നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ MK വിനോദ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകാൻ രാജ്യം. സംസ്കാരം രാവിലെ 11 മണിക്ക് നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ. രാവിലെ മുതൽ AICC ആസ്ഥാനത്ത് പൊതുദർശനം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ നിർണായക വിധി ഇന്ന്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊന്ന കേസിൽ വിധി പറയുക കൊച്ചി CBI കോടതി. CPM മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 24 പ്രതികൾ. വഖഫ് സംരക്ഷണ സമിതി നേതാക്കൾക്കെതിരെ അന്വേഷണം വേണമെന്ന മുനമ്പം സമരസമിതി. ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കണം. CPM സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ ബഹിഷ്കരിച്ച് സമരസമിതി. പത്തനംതിട്ട CPMൽ വീണ്ടും വിവാദം. ക്രിമിനലുകളെ വരവേറ്റ ജില്ലാ സമ്മേളനം. പുതിയ 50 പേരെ സ്വീകരിച്ചത് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി. ഹിന്ദു പാരമ്പര്യങ്ങളോടുള്ള സർക്കാരിൻ്റെ നിഷേധാത്മക സമീപനത്തിൽ പ്രതിഷേധം ശക്തം. തിരുവനന്തപുരത്ത് നാളെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ദക്ഷിണ മേഖല കൺവെൻഷൻ. മെൽബൺ ടെസ്റ്റിൽ ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇന്ത്യ. ഒന്നാം ഇന്നിംഗ്സിൽ 200 കടന്നു. ഋഷഭ് പന്ത് 28 റൺസിന് പുറത്ത്. കഴിഞ്ഞ ദിവസമാണ് മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങിയത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ, സംസ്കാരവും ഇന്നാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നേരിട്ട് വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. രാഷ്ട്രപതി അടക്കമുള്ള രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവന വളരെ വലുതാണ് എന്ന് RSS അടക്കമുള്ള സംഘടനകൾ പറയുകയും ചെയ്തു. ആ വാർത്തകളിലേക്കാണ്. മൻമോഹൻ സിംഗിന് വിട. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ സംസ്കാരം ഇന്ന് നിഗംബോധ് ഘട്ടിൽ നടക്കും. 11 മണിക്ക് സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് നടത്തുക. രാവിലെ 8:30 മുതൽ 9:30 വരെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. അതേസമയം കേന്ദ്ര സർക്കാർ മൻമോഹൻ സിംഗ് സ്മാരകം പണിയാൻ സ്ഥലം വിട്ടു നൽകുന്നില്ല എന്ന UPA വാദം പൊളിയുന്നു. സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണ്. അതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച സ്ഥലം കൈമാറുമെന്നും കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നമസ്തേ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹത്തിൻ്റെ നിര്യാണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു. ഇന്ന് പൊതുദർശനം, സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ സ്ഥലം അനുവദിക്കുന്നില്ല എന്നൊക്കെയുള്ള വെറുതെയുള്ള വാദങ്ങൾ ഉയർത്തുകയാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ കൃത്യമായ നയത്തോടു കൂടി മുന്നോട്ട് പോയാൽ അതിനൊക്കെ സ്ഥലം നൽകാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാരും അറിയിക്കുന്നു. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാര കർമ്മങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ വിഷയം അതൊന്ന് വിശദമാക്കാമോ ഗൗതം? വിനോദ്, ഇന്ന് 11:30 മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ആസ്ഥാനമായിട്ടുള്ള AICCയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇവിടേക്ക് എത്തിക്കും. അതിനെ സ്വീകരിക്കുവാനും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ധാരാളമായി ഇന്ന് ഇവിടേക്ക് എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ സാധാരണ കോൺഗ്രസ്
പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങൾക്കുമുള്ള അവസരം ഇവിടെയാണ് AICC ഒരുക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ 8 മണിയോടുകൂടി ഭൗതികദേഹം മോട്ടിലാൽ നെഹ്റു മാർഗിലെ മൻമോഹൻ സിംഗിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും ഇവിടേക്ക് എത്തിക്കുകയാണ്. അതിനുശേഷം ഈ കാണുന്ന AICC ആസ്ഥാനത്ത് പ്രത്യേക പന്തൽ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ ആണ് പൊതുദർശനം നടക്കുക. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾക്ക് മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനുമായി കോൺഗ്രസ് അവസരം ഒരുക്കിയിരിക്കുന്നത് AICCയിൽ തന്നെയാണ്. അതിനാൽ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ ഭൗതികദേഹം ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോട്ടിലാൽ മാർഗിലെ അവിടെ തന്നെയാണ്. 8 മണിയോടുകൂടി അവിടുന്ന് പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ ഇവിടേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 9:30 വരെ ഇവിടെ ഭൗതികദേഹം പൊതുദർശനത്തിനായി വയ്ക്കും. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം AICCയിലും എത്തും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതുവഴിയാണ് രാഹുലും അതോടൊപ്പം തന്നെ പ്രിയങ്കയും ഒക്കെ ഉൾപ്പെടെ ഉള്ളവർ വരാനിരിക്കുന്നത്. ഇതിലേക്ക് ഇവിടെയെല്ലാം പൂർണ്ണമായി ഒഴിച്ചിട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സാധാരണ ആളുകളെല്ലാം അവിടെ നിന്ന് മാറ്റി പൂർണ്ണമായും കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കൾക്ക് മാത്രമായി എത്തുന്നതിന് വേണ്ടി പാതയെല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ ദിവസം അതികഠിനമായ മഴ അതോടൊപ്പം തന്നെ മഞ്ഞ് ഇത് രണ്ടും ഒരുപോലെ രൂക്ഷമായിരുന്നു ഡൽഹിയിൽ. അതിനാൽ വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. ഇന്നലെ പൊതുദർശനത്തിന് വെച്ചത് അദ്ദേഹത്തിൻ്റെ വസതിയിലാണ്. ഇപ്പോഴും അവിടെ പൊതുദർശനമുണ്ട്. പക്ഷേ അവിടെ സാധാരണ ആളുകൾക്ക് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല വലിയ മഴയും തണുപ്പുമൊക്കെ കാരണം ഇന്നലെ കാര്യമായൊരു ജനക്കൂട്ടം മോട്ടിലാൽ നെഹ്റു മാർഗിലേക്ക് എത്തിയതുമില്ല. അതിനാൽ തന്നെ ഇന്ന് ഒരുപക്ഷെ ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം കാര്യമായ മഴ പെയ്തിട്ടില്ല, മഞ്ഞ് മാത്രമാണ് ഉള്ളത്. അതിനാൽ ഇന്നാകും ഒരുപക്ഷെ ഈ കോൺഗ്രസ് പ്രവർത്തകർ സാധാരണ പ്രവർത്തകരെല്ലാം തന്നെ മൻമോഹൻ സിംഗിനെ അവസാനമായി കാണുന്നതിനായും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായും ഇവിടേക്ക് എത്തുക. അതിനാൽ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിനോദ്, മൻമോഹൻ സിംഗിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഗൗതം, ആ വിഷയത്തിലേക്ക് കൂടി മൻമോഹൻ സിംഗിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം നൽകുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ നേതാക്കൾ പറയുന്നു. പക്ഷേ അങ്ങനെയല്ല. കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം വരുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് മുന്നോട്ട് വന്നാൽ അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ ഉള്ള സ്ഥലം അടക്കമുള്ള സംവിധാനങ്ങൾ നൽകാമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ വിശദാംശം കൂടി. വിനോദ്, ഇന്നലെ ഈ മൻമോഹൻ സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് 1-2 വിവാദങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് തന്നെ മരിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ടാണ് ഒരു വിവാദം രൂപപ്പെട്ടത്. അതോടൊപ്പം മറ്റൊന്ന്, അദ്ദേഹത്തിന് സ്മാരകം പണിയാൻ കേന്ദ്ര സർക്കാർ സ്ഥലം നൽകിയില്ല എന്ന് പറഞ്ഞ് മറ്റൊരു വിവാദത്തിന് കൂടി കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ അതൊരു അടിസ്ഥാനമില്ലാത്ത വാദമാണ് എന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വ്യക്തമാക്കി. അതായത് മൻമോഹൻ സിംഗിന് ഒരു സ്മാരകം പണിയാനുള്ള സ്ഥലം വിട്ടു നൽകണമെന്നതായിരുന്നു കോൺഗ്രസിൻ്റെ ആവശ്യം. അത് വിട്ടു നൽകിയില്ല എന്നൊന്നും കേന്ദ്രം പറഞ്ഞിരുന്നില്ല. ഇന്നലെ രാവിലെയാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത്. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെ ഇന്നലെ രാവിലെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്തയക്കുകയും ഒക്കെ ചെയ്തു. കേന്ദ്ര സർക്കാർ അതിന് നൽകിയ വിശദീകരണം എന്നത് ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം. ആ ട്രസ്റ്റ് രൂപീകരിച്ച ആ ട്രസ്റ്റിനാണ് സ്ഥലം കൈമാറേണ്ടത്. അത് ഒരു കീഴ്വഴക്കമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചത്. പക്ഷേ രാവിലെ കത്തെഴുതിയതിന് ശേഷം ഈ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും മൻമോഹൻ സിംഗിനെ അപമാനിച്ചു, അതല്ലെങ്കിൽ മൻമോഹൻ സിംഗിന് സ്മാരകം പണിയുവാനായി സ്ഥലം വിട്ടു നൽകിയില്ല തുടങ്ങിയ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിനെ രൂക്ഷ ഭാഷയിലാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ വൈകുന്നേരം വിമർശിച്ചത്. സ്മാരകം പണിയാൻ സ്ഥലം വിട്ടു നൽകില്ല എന്ന് ഒരിക്കൽ പോലും സർക്കാർ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു കീഴ്വഴക്കം എന്നത് സ്വാഭാവികമായും ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം. അതിനുശേഷം ആ ട്രസ്റ്റിൻ്റെ പേരിലാണ് സ്ഥലം അനുവദിക്കുന്നത്. അതല്ലാതെ അനാവശ്യമായ വിവാദങ്ങൾക്ക് ശ്രമിക്കരുത് എന്ന ഒരു മറുപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇന്നലെ ഉണ്ടായത്. എന്തായാലും മുൻ പ്രധാനമന്ത്രിയുടെ ഈ ദേഹവിയോഗവുമായി ബന്ധപ്പെട്ട അനാവശ്യമായ വിവാദങ്ങൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ തിരികൊളുത്തി വിട്ടു എന്നതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും വിവാദങ്ങൾ രൂപപ്പെട്ടു. 9:51 ഡിസംബർ 26 രാത്രി 9:51 ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ മൻമോഹൻ സിംഗ് അന്തരിക്കുമ്പോൾ 9:23 അതായത് മരണം സംഭവിക്കുന്നതിന് 28 മിനിറ്റുകൾക്ക് മുമ്പാണ് റോബർട്ട് വാദ്ര മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് എടുത്തത്. അതിനെതിരെ വലിയ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ രൂപപ്പെട്ടു. കാരണം ഒരു മുൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരണപ്പെടുന്നതിന് മുൻപേ മരിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ വാർത്തകൾ നൽകുകയും ചെയ്യുന്നത്
കേവലം ഷോ ഓഫും അതോടൊപ്പം തന്നെ മരണത്തെ പോലും ആഘോഷമാക്കുന്നതുമായ കോൺഗ്രസിൻ്റെ തരംതാണ ശൈലിയാണ് എന്നതായിരുന്നു BJPയുടെ വിമർശനം. അതിന് പിന്നാലെയാണ് സ്മാരകം പണിയാൻ കേന്ദ്ര സർക്കാർ സ്ഥലം നൽകുന്നില്ല എന്നൊരു അനാവശ്യവാദം രൂപപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിവാദവും ഈ മുൻ പ്രധാനമന്ത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പടത്തിവിട്ടത്. എന്തായാലും അത്തരം വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരും ഈ മൻമോഹൻ സിംഗിൻ്റെ ഈ സംസ്കാര ചടങ്ങുകൾക്കെല്ലാം വളരെ അനുകൂലമായി പ്രതികരിക്കുന്നു. കാരണം ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മോട്ടിലാൽ മാർഗിലെ 3 ജൻപത്ത് വസതിയിലുണ്ട്. അവിടേക്ക് പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നുണ്ടായിരുന്നു. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ അദ്ദേഹം ഈ മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ എയിംസ് ആശുപത്രിയിലേക്ക് എത്തി വേണ്ട കാര്യങ്ങളെല്ലാം അന്ന് രാത്രിയിൽ തന്നെ ചെയ്തു. അതുകൂടാതെ ഇന്നലെ പ്രധാനമന്ത്രിക്കൊപ്പം JP നഡ്ഡ ഉണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചതാണ്. അങ്ങനെ BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് മുഴുവൻ പ്രമുഖ നേതാക്കളും ഇന്നലെ ഈ മൻമോഹൻ സിംഗിൻ്റെ വസതിയിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ഒപ്പം കുടുംബത്തോടും സംസാരിച്ച് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കളോടും സംസാരിച്ച ശേഷമാണ് ഈ സംസ്കാരം സംബന്ധിച്ചുള്ളൊരു തീരുമാനം തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. ഇന്നലെ രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ആ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രത്യേകം എടുത്ത തീരുമാനങ്ങളെല്ലാം ആദ്യം ഈ കുടുംബത്തെ കണ്ട് സംസാരിച്ചു. 10 മണിക്ക് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആരോഗ്യമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ നഡ്ഡയും ഈ മോട്ടിലാൽ നെഹ്റു മാർഗിലെ മൻമോഹൻ സിംഗിൻ്റെ വസതിയിലെത്തി കുടുംബത്തോടാണ് ആദ്യം സംസാരിച്ചത്. പിന്നീട് കോൺഗ്രസ് നേതാക്കളോടും സംസാരിച്ച് ഒരു ധാരണയിലെത്തിയ ശേഷമാണ് 11 മണിക്ക് ക്യാബിനറ്റ് ചേർന്ന് ഈ സംസ്കാരത്തിൻ്റെ സമയം ഉൾപ്പെടെ തീരുമാനിച്ചത്. അത്തരത്തിൽ വളരെ ബഹുമാനത്തോടുകൂടി എല്ലാ മൻമോഹൻ സിംഗ് എന്ന ഒരു മുൻ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ മുൻ RBI ഗവർണർ അദ്ദേഹം രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകളുടെ എല്ലാം ബഹുമാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടന്നത്. അതിനിടയിലാണ് ഈ സ്മാരകത്തിൻ്റെ പേരിലുള്ള ഒരു അനാവശ്യ വിവാദം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിവിട്ടത്. വിനോദ്. അതെ, അങ്ങനെ തന്നെയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അനാവശ്യ വിവാദമുണ്ടാക്കി കേന്ദ്ര സർക്കാരിനെ വിവാദത്തിൽപ്പെടുത്താനുള്ള ശ്രമമാണ്. പക്ഷേ അത് വിജയിക്കുന്നില്ല. നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ തന്നെ അർഹമായ പരിഗണനയാണ് കേന്ദ്ര സർക്കാർ മുൻ പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വളരെ ശ്രദ്ധേയനായ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണാനന്തര ചടങ്ങുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരവ്, ബഹുമതി ഇതെല്ലാം കൃത്യമായി കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. ഒരു കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള അത്തരത്തിലുള്ള ഒരു വിവേചനം ഒന്നും കാട്ടാതെ അദ്ദേഹം മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ പൊതുസ്വത്താണ്. അദ്ദേഹം രാജ്യത്തിന് മുഴുവനായി നൽകിയ സേവനങ്ങൾ, സാമ്പത്തിക രംഗത്ത് അദ്ദേഹം വരുത്തിവെച്ച മാറ്റങ്ങൾ ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ അത് മാതൃകാപരമായി തന്നെ കാണേണ്ടതാണ്. അർഹമായ പരിഗണന അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദേവിക, അങ്ങനെ തന്നെയല്ലേ? അതെ തന്നെ. ഇനി 8:30 മുതൽ 9:30 വരെ AICC ആസ്ഥാനത്ത് പൊതുദർശനം നടക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയിലേക്ക് നമുക്ക് തിരികെ എത്തണം. മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുമ്പോൾ, കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ പെരിയ ഇരട്ട കൊലപാതക കേസിൽ വിധി ഇന്ന് കൊച്ചിയിലെ CBI കോടതിയാണ് വിധി പറയുന്നത്. CPM-ലെ വിവിധ ഘടകങ്ങളിലെ നേതാക്കൾ പ്രതിയായതാണ് കേസ്. CBI അന്വേഷണം ഒഴിവാക്കാൻ സർക്കാർ സുപ്രീം കോടതി വരെ അപ്പീൽ നൽകിയിരുന്നു. കേസിലാകെ 24 പേരാണ് പ്രതികൾ. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന അതിനിർണായകമായ വിധി ഇന്ന് വരികയാണ്. മറ്റ് വിവരങ്ങളും കൂടി. ദേവിക, ആദ്യം കേരള ലോക്കൽ പോലീസും അതിനുശേഷം ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ഒരു കേസായിരുന്നു പെരിയ ഇരട്ടക്കൊലപാതക കേസ്. ഇതിൽ കൃപേഷും ശരത്ലാലും മരണപ്പെട്ടതിനെ തുടർന്നാണ്. അത് CPM-ന്റെ രാഷ്ട്രീയ വൈരാഗ്യം മൂലം CPM ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം എന്ന നിലയിൽ തന്നെയായിരുന്നു ഈ കേസിനെ ആദ്യം മുതൽ തന്നെ പൊതുസമൂഹം വീക്ഷിച്ചത്. ആ രീതിയിൽ തന്നെ അതിൻ്റെ പ്രാധാന്യവും വലിയ രാഷ്ട്രീയ ചർച്ചയുമായി മാറിയിരുന്നു. അതിൽ യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാതിരിക്കാൻ അധികാരം ഉപയോഗിച്ച് CPM-ഉം ഇടത് സർക്കാരും മറ്റും ശ്രമിച്ചിരുന്നു എന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ബന്ധുക്കളുടെ ഇടപെടലിനെ തുടർന്ന് CBI അന്വേഷണം ഉണ്ടാകുന്നത്. CBI അന്വേഷണം എന്നോടെ ആദ്യം തന്നെ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും MLA-യുമായ KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ പ്രതിപ്പട്ടികയിലുണ്ടായിരുന്നു. എന്നാൽ CBI അന്വേഷണം വന്നതോടെ ആദ്യ പ്രതിപ്പട്ടികയിൽ ഇല്ലാതിരുന്ന CPM നേതാക്കളടക്കമുള്ള 10 പേർ കൂടി ഈ
പ്രതിപട്ടികയിലേക്ക് വന്നു. ഇത് സംബന്ധിച്ച് 2021 ഇത് സംബന്ധിച്ച കുറ്റപത്രം CBI കോടതിയിൽ സമർപ്പിക്കുന്നത്. അതിനെ തുടർന്ന് 2023 വിചാരണയും ആരംഭിച്ചു. ആ വിചാരണ പൂർത്തിയാക്കിയാണ് ഇന്ന് ഈ കേസിലെ നിർണായക വിധി പ്രസ്താവം എറണാകുളം CBI കോടതി ഇന്ന് പ്രസ്താവിക്കുന്നത്. വളരെ പ്രാധാന്യത്തോടെ തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കേസ് തന്നെയാണ് ഇത്. എന്തു തന്നെയായാലും അന്ന് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു 2 യുവാക്കളെ ഇത്തരത്തിൽ അതിമൃഗീയമായി കൊലപ്പെടുത്തുന്നത്. അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ചർച്ചകളും എല്ലാം തന്നെ ഏറെ ശ്രദ്ധേയവുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ കേസിൽ പ്രതികൾ കുറ്റക്കാരാണോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് CBI കോടതി വിധി പ്രസ്താവം നടത്തുകയാണ്. ദേവിക. അതെ, അങ്ങനെ തന്നെയാണ്. കേരളം മുഴുവൻ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ഇരട്ട കൊലപാതകമാണ് പെരിയയിൽ നടന്നത്. അതിന്മേലാണ് ഇന്ന് കൃത്യമായി കോടതി നടപടികൾ പൂർത്തിയാവുന്നത് എന്നുള്ള കാര്യമാണ്. ദേവിക, നമുക്ക് ഈ പ്രേക്ഷകരെ കൂടെ കാണാതെ പോകരുത്. RK വൈകുണ്ഠം, സേതു മാധവൻ, അതേപോലെ തന്നെ അമ്മ ഹരി, അതേപോലെ തന്നെ സുഭാഷ് തുടങ്ങി നിരവധി, ഹരിനാരായണൻ, അങ്ങനെ നിരവധി പ്രേക്ഷകർ, നമ്മുടെ സ്ഥിരമായിട്ടുള്ള അജിത, അങ്ങനെയുള്ള നിരവധി പ്രേക്ഷകർ രാവിലെ നമസ്തേ പറഞ്ഞ് ജനൻ TV പ്രേക്ഷകർക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാം ശുഭദിനം നേർന്നുകൊണ്ട് നമുക്കൊപ്പം തന്നെ കൂടെയുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾക്ക് നമ്മൾ വലിയ വില തന്നെ കൽപ്പിക്കുന്നുണ്ട്. വളരെ പ്രത്യേകതയുള്ള മറ്റൊരു ദിവസം കൂടിയാണ് വിനോദ്. നമുക്ക് അറിയാം, കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം ഗവർണറും പ്രതിപക്ഷ നേതാവും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, എല്ലാവരും അദ്ദേഹത്തെ അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഇന്ന് യാത്ര പറഞ്ഞു പോവുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം കേരള ഗവർണറായി രാജേന്ദ്ര അർലേക്കർ ജനുവരി 2 ചുമതലയേൽക്കും. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ നിരന്തരം പ്രതികരിച്ച സംസ്ഥാനം കണ്ട ഏറ്റവും ശക്തനായ ഗവർണർക്ക് ശേഷമാണ് പുതിയ ഗവർണറുടെ വരവ്. ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെ പുതിയ ഗവർണറുടെ വരവ് നിർണായകമാണ്. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നമുക്കറിയാം ഏറ്റവും കൂടുതൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പല അഴിമതികളെയും ചോദ്യം ചെയ്ത ഗവർണർ തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ ടേം കഴിഞ്ഞ് അദ്ദേഹം പോവുകയാണ്. രാജേന്ദ്ര അർലേക്കർ ജനുവരി 2 ചുമതലയേൽക്കും. പക്ഷേ ആരൊക്കെ വന്നാലും CPMന്റെ മുഖം, അല്ലെങ്കിൽ ഇടത് സർക്കാരിൻ്റെ ഇത്തരം കെടുകാര്യസ്ഥതയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ആരൊക്കെ വന്നാലും പിണറായി സർക്കാരിനെ അല്ലെങ്കിൽ അവരുടെ അഴിമതിയെ വച്ച് പൊറുപ്പിക്കില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കം പറഞ്ഞിരുന്നല്ലോ. കാരണം ഗവർണർ മാറുന്നതിൽ കാര്യമില്ല, പക്ഷേ CPMന്റെ അഴിമതി തുടർന്നാൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ഇടത് സർക്കാർ കണ്ടതിൽ ഏറ്റവും ശക്തനായ ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. 5 വർഷവും 4 മാസവും സംസ്ഥാന സർക്കാർ ശരിക്കും വെള്ളം കുടിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലിലൂടെ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അദ്ദേഹത്തിന്റെ ടേം പൂർത്തിയാക്കി ബീഹാറിന്റെ പുതിയ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ കേരളത്തിൽ നിന്നും മടങ്ങുകയാണ്. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം കൊച്ചിയിലേക്ക് പോകുന്നത്. കൊച്ചിയിൽ ഉപരാഷ്ട്രപതിയെ ചില ചടങ്ങുകൾക്കായി അദ്ദേഹം എത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. ഡൽഹിയിൽ നിന്നാണ് ബീഹാറിലെ പാട്നയിലേക്ക് അദ്ദേഹം പുതിയ സ്ഥാനം ഏറ്റെടുക്കാനായി പോവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിന്റെ പുതിയ ഗവർണറായി ഒരുപക്ഷെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ രാജ്ഭവനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ആ ഒരു ആഭ്യന്തര യുദ്ധമൊക്കെ തുടരുന്ന സാഹചര്യത്തിൽ പുതിയ ഗവർണറായി രാജേന്ദ്ര അർലേക്കർ ജനുവരി 2 സ്ഥാനം ഏറ്റെടുക്കുകയാണ്. പുതുവർഷ ദിനത്തിൽ പുതുദിനം പിറക്കുമ്പോൾ ആ ദിവസം അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മുൻ പ്രധാനമന്ത്രി കൂടിയായ മൻമോഹൻ സിംഗിന്റെ വിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുഃഖാചരണം രാജ്യവ്യാപകമായി നിലനിൽക്കുന്നതിനാൽ ഔദ്യോഗികമായ ഒരു യാത്രയയപ്പ് ചടങ്ങ് നിലവിലത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകിട്ട് 4:30 രാജ്ഭവൻ ഔദ്യോഗിക യാത്രയയപ്പ് നടത്താൻ തീരുമാനിച്ചതാണ്. പിന്നീട് ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ അത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാട് കണ്ട ഏറ്റവും ശക്തനായ ഒരു ഗവർണർ, സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം, സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് CPMഉം ഇടത് സർക്കാരും നടത്തുന്ന ബന്ധുനിയമനങ്ങൾ, ഒപ്പം തന്നെ അത്തരത്തിലുള്ള ചില ഇടപെടലുകൾ, പരീക്ഷകൾ കേന്ദ്രീകരിച്ചും VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും സർക്കാരുമായി കലഹിച്ച ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. പല നിർണായക ബില്ലുകൾ അടക്കം രാജ്ഭവനിൽ എത്തിയിട്ടും അത് ഒപ്പുവെക്കാതെ രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഇരുവരുമായി നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ
നിയമസഭാ സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന കാലത്ത് നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കേണ്ടത്. പല ഘട്ടങ്ങളിലും പല തവണയും അത് വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിന് പ്രതിരോധം ഗവർണർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ഇടപെടലുകൾ നടത്തിയും സമീപനങ്ങൾ മാറ്റിയും ഒക്കെയാണ് പിന്നീട് ഗവർണർ നിയമസഭയിലേക്ക് എത്തിയത് എന്നുള്ളതും കണ്ടതാണ്. എന്തായാലും 5 വർഷവും 4 മാസവും നീണ്ട ആ ഒരു കാലാവധി പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും രാഷ്ട്രീയ മാനങ്ങൾക്കും ഇടവെച്ചുകൊണ്ടാണ് ഗവർണറുടെ മടക്കം എന്നുള്ളതാണ്. എന്തായാലും പുതിയ ഗവർണർ കേരളത്തിലേക്ക് എത്തുമ്പോഴും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അതുതന്നെയാണ്. സർക്കാർ ഗവർണർ പോര് തുടരുന്ന പശ്ചാത്തലം, ഒപ്പം തന്നെ വിവിധ സർവകലാശാലകളിലെ VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കോടതി കയറിയ പശ്ചാത്തലം, VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകേണ്ട പ്രതിനിധികളുടെ പട്ടിക നൽകാതിരിക്കുന്ന സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ വിവിധ കേസുകളിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ, വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ അടക്കം നടത്തുന്ന ബന്ധു നിയമനങ്ങൾ, മന്ത്രിമാരുടെ കെടുകാര്യസ്ഥതകൾ, മന്ത്രിമാരുടെ ബന്ധു നിയമനങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിൽ ഇനി വരുന്ന ദിവസങ്ങളിലും ചർച്ചയാകുമെന്നുള്ളതിൽ സംശയമില്ല. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ തന്നെ ഒരു ശക്തനായ വ്യക്തി തന്നെയാണ് കേരളത്തിലേക്ക് വീണ്ടും ഗവർണറായി എത്തുന്നത് എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും 2-ാം തീയതിയോടുകൂടി ഔദ്യോഗികമായി പുതിയ ഗവർണർ ചാർജ് എടുക്കും. നാളെ ഉച്ചയോടുകൂടി നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് നിന്നും മടങ്ങുകയും ചെയ്യും. ദേവിക. ശരി, ഒരിക്കലും ആരിഫ് മുഹമ്മദ് ഖാനെ കേരളം മറക്കില്ല, മലയാളികൾ ഒരിക്കലും മറക്കില്ല. കാരണം മലയാളികൾക്ക് വേണ്ടി അത്രത്തോളം ശബ്ദിച്ച ഒരു ഗവർണർ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ എന്നും മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ തന്നെ മലയാളികൾ സൂക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശാലിനിയാണ് വിവരങ്ങൾ. നമ്മുടെ പ്രേക്ഷകൻ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളും പറയുന്നു തൻ്റെ ഇടമുള്ള ഗവർണർ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ പലരും ഇടതുപക്ഷ സൈബർ ഇടങ്ങളിലൊക്കെ കണ്ടത് കെട്ടുകെട്ടിച്ചു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല. 5 വർഷം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേരളത്തെക്കാൾ വലിപ്പമുള്ള അതിൻ്റെ ഇരട്ടി MLA-മാരുള്ള വലിയ സംസ്ഥാനമായ ബീഹാറിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, അദ്ദേഹം വടക്കേ ഇന്ത്യൻ സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അടുത്തുള്ള ഒരു സംസ്ഥാനത്തേക്കാണ് കിട്ടിയതും. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ അങ്ങനെ ഒതുക്കിയതല്ല, അദ്ദേഹത്തെ വലിയൊരു സംസ്ഥാനത്തേക്ക്. ഇവിടെ 5 വർഷം പൂർത്തിയാക്കി മാസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. എന്തായാലും പുതിയ ഗവർണർ ജനുവരി 2-ന് ചുമതലയേൽക്കും. പുതിയ ഗവർണറുടെ വിശേഷങ്ങൾ പിന്നീടല്ലേ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഹിന്ദു പാരമ്പര്യങ്ങളോടുള്ള സർക്കാരിൻ്റെ നിഷേധാത്മക സമീപനത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നാളെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ദക്ഷിണ മേഖല കൺവെൻഷൻ സംഘടിപ്പിക്കും. ഇതുകളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്, എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. ഹൈന്ദവ ആചാരങ്ങൾ പൊതുവെ ചർച്ച ചെയ്ത് അതൊക്കെ വളരെ മോശമാണ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ അതൊരു ഭാഗത്ത് നടക്കുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ഹിന്ദു ആചാരങ്ങളും ഹൈന്ദവ സംസ്കാരങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കേണ്ട ആവശ്യകത വരുന്നു. അതുതന്നെയല്ലേ നാളെ തലസ്ഥാനത്ത് ഇതേപോലെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്? രശ്മി കാർത്തിക. അതെ വിനോദ്, നാളെയാണ് ദക്ഷിണ മേഖല കൺവെൻഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. വിവിധ ഹൈന്ദവ സംഘടനകൾ, കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ അടക്കം ഈ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാലങ്ങളായി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇത്തരത്തിൽ ഹൈന്ദവ ആചാരങ്ങളെ തകർക്കാനുള്ള ഒരു ശ്രമം അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മളത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഏതായാലും ആ ആചാരങ്ങൾ, ഹിന്ദു ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ദക്ഷിണ മേഖല കൺവെൻഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായും ഹിന്ദു ഐക്യവേദി അടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ക്ഷേത്രങ്ങളിലെ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഏതാണ്ട് സംസ്ഥാനത്ത് തന്നെ ഏതാണ്ട് പ്രമുഖമായിട്ടുള്ള 20ഓളം ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിൽ നൂറ്റാണ്ടുകളായി നൽകിക്കൊണ്ട് വരുന്നതാണ് ഈ ഗാർഡ് ഓഫ് ഓണർ. അത് ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ തന്നെ നമ്മൾ ആറാട്ടിനാണെങ്കിലും നവരാത്രി വിഗ്രഹ ഘോഷയാത്ര എത്തുന്ന സമയത്തൊക്കെ തന്നെ ഈ ഗാർഡ് ഓഫ് ഓണർ നൽകി വരുന്നതാണ്. ഇത്രത്തോളം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ ആചാരത്തിനെയാണ് നിർത്തിവെക്കാനുള്ളൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പിന്നീട് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നൊരു സാഹചര്യത്തിൽ അതിന് പണം ഈടാക്കാം എന്നുള്ള ഒരു വ്യവസ്ഥ വെക്കുന്നു. മാത്രമല്ല, പിന്നീട് ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം, ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ, ഇതൊക്കെ തന്നെ നൂറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടുപോകുന്ന ആചാരങ്ങൾ. ആ ആചാരങ്ങളുടെ മേലുള്ള സംസ്ഥാന സർക്കാരിന്റെ കടന്നുകയറ്റവും അത്
അത്തരത്തിലുള്ള ഇടപെടലുമാണ് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി അടക്കം ആരോപിക്കുന്ന ഒരു കാര്യം. സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു നിഷേധാത്മക സമീപനം അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളോടും ഹൈന്ദവ വിശ്വാസങ്ങളോടും ക്ഷേത്രങ്ങളോടും ഒക്കെയുള്ള ഈ ഒരു സമീപനം, ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ, ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കമുള്ള വിവിധ ഹൈന്ദവ സംഘടനകളുടെയും മറ്റു പ്രമുഖരുടെയും നേതൃത്വത്തിലായിരിക്കും നാളെ തിരുവനന്തപുരത്ത് ഈ ദക്ഷിണ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിക്കുക. അതിനുശേഷവും വളരെ ശക്തമായ ഈ സർക്കാരിന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് വളരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളിലേക്ക് കടക്കും എന്നുള്ളതും ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. വിനോദ്. അതെ, അത്തരത്തിലുള്ള ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നാളെ ഇത്തരത്തിലൊരു സമ്മേളനം നടക്കുന്നത്. ദേവിക. ഇനി സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്കാണ്. വിനോദ്, നമുക്കറിയാം ഈ സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ തന്നെ വർണ്ണാഭമായ ചില കാഴ്ചകൾ, അതിനൊപ്പം ചില വഴക്കുകൾ, പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒരു വേദി കൂടിയാണ്. സ്കൂൾ കലോത്സവത്തിൽ അപ്പീൽ ഫീസ് ഇനത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് ചാകരക്കാലം. മത്സരാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനുള്ള നീക്കത്തിൽ കീശയിലെത്തിയത് കോടിക്കണക്കിന് രൂപ. ഉയർന്ന അപ്പീൽ തുക കെട്ടിവെക്കാനാകാതെ വിദ്യാർത്ഥികൾ. അതേസമയം പരാതികളിൽ 15% മാത്രം പരിഗണിച്ചാൽ മതിയെന്നും അലിഖിത നിയമം. ശാലിനി തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, നമുക്കറിയാം എല്ലാ കുട്ടികളുടെയും ആഗ്രഹം തന്നെയല്ലേ, കാരണം ഇത്തരത്തിലൊരു വേദിയിലേക്ക് എത്തുക, അവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളത്. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനായി ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് വളരെ ഭീമമായ അപ്പീൽ ഫീസ് വിദ്യാഭ്യാസ വകുപ്പിന് കെട്ടിവെക്കണമെന്നുള്ള ഈ ഒരു നിയമം, ഇത് കൊണ്ടെത്തിക്കുന്നത് ചില വിദ്യാർത്ഥികളിലെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാനും മറ്റുള്ള പ്രശ്നങ്ങളിലേക്കും നയിക്കുകയല്ലേ? ദേവിക, തീർച്ചയായും സംസ്ഥാന സ്കൂൾ കലോത്സവം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. 4-ാം തീയതി തിരുവനന്തപുരത്താണ് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയുയരാൻ പോകുന്നത്. അതിന്റെ നടപടികൾ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇക്കഴിഞ്ഞ റവന്യൂ ജില്ലാ കലോത്സവങ്ങളുടെ ഒക്കെ തന്നെ അപ്പീലുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. പക്ഷേ മുൻപ് കാലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വരുമാനം അപ്പീലിലൂടെ മാത്രം സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീശയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൽ വിദ്യാർത്ഥികളുടെ എണ്ണം, മത്സരാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഭീമമായ തുക അപ്പീൽ ഇനത്തിൽ വാങ്ങുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന പല കുട്ടികളെയും അംഗീകരിക്കാതെ, കാര്യമായ രീതിയിലുള്ള പെർഫോമൻസുകൾ കാഴ്ചവെക്കാത്ത കുട്ടികൾക്ക് മത്സരത്തിൽ വിജയം കൈവരിക്കാനാകുന്നു, അല്ലെങ്കിൽ അവർക്ക് പോയിന്റുകൾ കൂട്ടി നൽകുന്നു എന്നുള്ള വിമർശനങ്ങൾ എക്കാലത്തും ഉയരാറുണ്ട്. ഇത്തവണയും അത്തരത്തിൽ പല ജില്ലകളിൽ നിന്നും റിപ്പോർട്ടുകൾ ഉയരുകയും അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ഇടവെക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം ഭീമമായ തുകയാണ് ഒരു ഡാൻസ് പരിപാടിക്കൊക്കെ അല്ലെങ്കിൽ ഭരതനാട്യം അങ്ങനെയുള്ള നൃത്ത പരിപാടികൾക്ക് വേണ്ടി വരുന്നത്. അതിന്റെ കൂടെ കഴിവ് തെളിയിക്കുന്ന വേദിയിലേക്ക് എത്തുമ്പോഴും അതിനെ കഴിവിനെ അംഗീകരിക്കാത്ത ജഡ്ജസ്മാരുടെ മുൻപിലേക്ക് വീണ്ടും അപ്പീലുമായി പോകുന്ന സാഹചര്യം കൂടി ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഭീമമായ തുക പലരെയും പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനുള്ള ഒരു നീക്കം, അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം തന്നെയാണ് ഈ ഉയർന്ന ഫീസിനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉയർന്ന തുക കെട്ടിവെക്കുന്നതോടൊപ്പം തന്നെ ഈ 15% താഴെ പരാതികൾ മാത്രം പരിഗണിച്ചാൽ മതി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് 10,000-കണക്കിന് പരാതികളാണ് റവന്യൂ കലോത്സവ കാലഘട്ടത്തിലും ഒപ്പം തന്നെ ജില്ലാ കലോത്സവങ്ങൾ നടക്കുന്ന സമയങ്ങളിലും വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ ഗ്ലാമർ പോരാട്ടങ്ങളായ നൃത്ത രൂപങ്ങൾക്കാണ്. നാടോടി നൃത്തം, ഭരതനാട്യം ഉൾപ്പെടെ, ഒപ്പന, തിരുവാതിര ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അപ്പീലുകൾ എത്തിയിട്ടുള്ളത്. ആ അപ്പീലുകളൊക്കെ തന്നെ പരിഗണിക്കുന്നത് 15% താഴെ മതിയെന്നാണ്. അപ്പോൾ തന്നെ പണം മാത്രം അക്കൗണ്ടിലേക്ക് എത്തുക അല്ലെങ്കിൽ ഖജനാവിലേക്ക് എത്തുക, കുട്ടികളുടെ കഴിവുകൾ അംഗീകരിക്കുന്നതിൽ വിമുഖത കാട്ടുക എന്നുള്ളതാണ് നമുക്ക് ആ ഒരു അലിഖിത നിയമത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കലോത്സവം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം നിലനിൽക്കെ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും വളരെയധികം ശക്തമാവുകയും ചെയ്യുകയാണ്. എന്തായാലും മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഖജനാവിലേക്ക് കോടികളാണ് ഇത്തവണത്തെ കലോത്സവ കാലഘട്ടത്തിൽ എത്തിയിട്ടുള്ളത്. അതിൽ ഏറിയ പരാതികളും അല്ലെങ്കിൽ അപ്പീലുകളും പരിഗണിക്കാതെയാണ് നിലവിൽ ജഡ്ജസ് നൽകിയിട്ടുള്ള അംഗീകാരം നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് ഇപ്പോൾ സംസ്ഥാന കലോത്സവ വേദിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും സംസ്ഥാന കലോത്സവത്തിലും ഈ അപ്പീൽ വിവാദം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. ആ അപ്പീൽ വിവാദത്തിൽ സംസ്ഥാന കലോത്സവം വലിയ രീതിയിൽ ചർച്ചയാകുമെന്നുള്ളതിലും നമുക്ക് തർക്കമില്ല. ദേവിക. ശരി ശാലിനി. അങ്ങനെ തന്നെയാണ്. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിൻ്റെ ആത്മഹത്യയിൽ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് CPM എന്ന ആരോപണം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി 5 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. സംഭവത്തിൽ പോലീസിൻ്റെ മെല്ലെപ്പോക്കും വിഷയത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. വിവരങ്ങളുമായി സുബിൻ ചേരുന്നു. സുബിൻ, കൂടുതൽ വിവരങ്ങൾ.
കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഏകദേശം 5 ദിവസം മുമ്പാണ് ഈ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ബാങ്ക് ജീവനക്കാരായ 3 പേർക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തത്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോളസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് എന്നിവർക്കെതിരെയായിരുന്നു ഈ കേസ് ചുമത്തിയിരുന്നത്. ഇതിനുശേഷം 5 ദിവസം പിന്നിടുന്നു. 5 ദിവസത്തിനുള്ളിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനോ ഇവരെ എവിടെയെന്ന് കണ്ടെത്തുന്നതിനോ വേണ്ടുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂവരും ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ഇവരെ നിലവിൽ എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതേസമയം ഈ അറസ്റ്റ് ഒഴിവാക്കാനായി പ്രതികളായിട്ടുള്ള മൂവരും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് ഇതിന് മുമ്പ് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഈ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് ലഭിക്കട്ടെ എന്ന രീതിയിലാണ് ഏതായാലും നിലവിൽ പോലീസിന്റെ ഇടപെടൽ പോകുന്നത്. നിലവിൽ മൂവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഇവരെ പ്രതിപട്ടികയിൽ ചേർത്തത് എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സമയത്ത് പ്രതിപട്ടികയിൽ ചേർക്കുമ്പോൾ പോലും ഇവരെ ആ സമയത്ത് പോലും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അതേസമയം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഈ സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായ VR സജിയുടെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു നയവിശദീകരണ യോഗം നടത്തുമെന്ന് CPM പ്രഖ്യാപിച്ചിരുന്നു. ആ നയവിശദീകരണ യോഗത്തിൽ പോലും ഇത്തരത്തിൽ ആരോപണ വിധേയനായ VR സജിയുടെ പേര് നോട്ടീസിൽ ഉൾപ്പെടുത്തിയാണ് CPM ആ ഒരു നയവിശദീകരണ യോഗം നടത്താൻ തീരുമാനിച്ചിരുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ എല്ലാം സംരക്ഷിക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും CPM തന്നെയാണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത്. ഈ സജിക്കെതിരെ കൂടുതൽ തെളിവുകൾ കിട്ടിയ ശേഷം മാത്രം സജിക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഫോൺ, അതായത് സാബുവിന്റെ ഫോൺ നിലവിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും മറ്റു തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത് എന്നതാണ് അവർ നൽകുന്ന വിശദീകരണം. അതേസമയം വ്യക്തമായ തെളിവ്, ശബ്ദ സന്ദേശം ഉൾപ്പെടെ വ്യക്തമായ തെളിവുകൾ പോലീസിന്റെ കയ്യിലുണ്ട്. ആ തെളിവുകൾ കയ്യിലുള്ളപ്പോൾ പോലും ഈ സജിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറാക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നുള്ളതാണ് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. എന്തായാലും ഈ പോലീസ് അന്വേഷണം അതൊരു മെല്ലെപ്പോക്കിലാണ് ഇപ്പോഴും ഉള്ളത്. അന്വേഷണം അതിന്റെ പ്രതികളിലേക്ക് എത്തി നിൽക്കുമ്പോൾ പോലും ആ അന്വേഷണം അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. അതെ, സാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുത്തൻ പുലരി തുടങ്ങി അരമണിക്കൂർ പിന്നിടുമ്പോൾ നമ്മൾ ഇനി പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയം ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ആചാരമുണ്ട്. അതാണ് ഇനി പരിചയപ്പെടുന്നത്. ഭദ്രകാളി ഭഗവതിയുടെ കോപമടക്കാൻ വിഷ്ണുവാഹനം ഗരുഡൻ കോട്ടയം ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിൽ തിരികെ എത്തി. ഭദ്രകാളി ക്ഷേത്രത്തിലെ അനുഷ്ഠാന കലയായ ഗരുഡൻ തൂക്കം 70 വർഷത്തിന് ശേഷമാണ് പള്ളം ചെറുവള്ളിക്കാവിൽ അരങ്ങേറിയത്. 70 വർഷം മുമ്പ് അവസാനമായി നടന്ന ഒരു ഗരുഡൻ തൂക്കത്തിന്റെ ഗതകാല സ്മരണകളുടെ കേട്ടറിവുണ്ട് കോട്ടയം പള്ളത്തെ ചെറുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്ര ഭക്തർക്ക്. ഈ മണ്ഡല മഹോത്സവത്തിൽ ഓർമ്മകൾക്ക് വീണ്ടും നിറം ചാർത്തി ദേശക്കാർ. ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ അനുഷ്ഠാന കലാരൂപമായ ഗരുഡൻ തൂക്കം ദേശത്തെ ഒന്നാകെ കോരിത്തരിപ്പിച്ച് അരങ്ങേറി. ഭക്തിയുടെയും അനുഷ്ഠാനത്തിന്റെയും വ്യത്യസ്താനുഭൂതി. ഗരുഡൻ തൂക്കം അഥവാ ഗരുഡൻ പുറപ്പാട് എന്ന അനുഷ്ഠാന കലയ്ക്ക് പിന്നിലുള്ള വിശ്വാസം ഭദ്രകാളിയുടെ ദാരികവധവുമായി ബന്ധപ്പെട്ടാണ്. വധത്തിനു ശേഷം രക്തദാഹിയായി കലിതുള്ളി നിന്ന ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കുന്നതിനു വേണ്ടി മഹാവിഷ്ണു തന്റെ വാഹനമായ ഗരുഡനെ ദേവിയുടെ സമീപത്തേക്ക് അയച്ചു. കാളിദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായി ഗരുഡൻ ദേവിയുടെ തിരുമുമ്പിൽ നൃത്തം ചെയ്യുകയും തന്റെ രക്തം അർപ്പിക്കുകയും ചെയ്തുവത്രേ. ഗരുഡന്റെ രക്തം പാനം ചെയ്തതിനു ശേഷമാണ് കാളിയുടെ കോപത്തിന് ശമനമുണ്ടായതെന്നാണ് ഐതിഹ്യം. ക്ഷേത്രാങ്കണത്തിൽ വൈകിട്ട് കേളിയോടുകൂടി ഗരുഡൻ പുറപ്പാടിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി.
വിളക്കുവയ്പ്, ദക്ഷിണ തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം ഗരുഡൻ പയറ്റ. തുടർന്ന് മേളത്തിൻ്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ഗരുഡൻ പുറപ്പാട്. പയറ്റിക്കളിച്ച് 2 ഗരുഡന്മാർ രാത്രിയിൽ ക്ഷേത്രത്തിലെത്തി. ശേഷം മാലനോട്ടത്തോടെയാണ് ചടങ്ങ് കലാശിച്ചത്. വള്ളം ചെറുവള്ളിക്കാവലമ്മയുടെ മണ്ഡല മഹോത്സവത്തിന് സമാപനമായി. വള്ളത്തെ യുവതലമുറ നവധ്വനിയുടെ ശീർഷകത്തിൽ അവതരിപ്പിച്ച ഇരട്ട ഗരുഡൻ പ്രയാണം നാടിനെയാകെ ഭക്തി സാന്ദ്രമാക്കി പുതിയ ഒരു അനുഭവമായി മാറി. ഉത്സവങ്ങളിൽ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന പരിപാടികളുടെ വൈവിധ്യത്തിലും ഈ യുവതലമുറ നൽകുന്ന നിവേദ്യത്തിൻ്റെ വൈവിധ്യത്തിലും ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. കീഴൂർ കളരിയാശാൻ KS പുരം തങ്കപ്പൻ നായരുടെ ശിഷ്യൻ KS പുരം രാജേഷ് കുമാറും സംഘവുമാണ് ഗരുഡൻ തൂക്കം അവതരിപ്പിച്ചത്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഇത്തരം ഗരുഡൻ തൂക്കം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. ജനം, കോട്ടയം. ഗരുഡൻ തൂക്കം വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു വിശേഷണമാണ് കോട്ടയത്തു നിന്ന് വന്നത്. വഖഫ് അധിനിവേശം. വഖഫ് സംരക്ഷണ സമിതി നേതാക്കൾക്കെതിരെ അന്വേഷണം വേണമെന്ന് മുനമ്പം സമരസമിതി പ്രവർത്തകർ. വഖഫ് സംരക്ഷണ സമിതി നേതാക്കളായ നാസർ മനയിൽ, അബ്ദുൾ സലാം എന്നിവർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെടുന്നത്. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കണമെന്ന് പ്രധാനപ്പെട്ട ആവശ്യം. അതേസമയം മുനമ്പത്തെ വഖഫ് അധിനിവേശം വിഷയത്തിൽ CPM സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ ബഹിഷ്കരിച്ച് മുനമ്പം സമരസമിതി. സമരപന്തലിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത CPMൻ്റെ ഇത്തരത്തിൽ ഉള്ള സമരത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് സമരസമിതി അംഗങ്ങളുടെ തീരുമാനം. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, CPM നടത്തിയ സമരത്തിൽ നിന്നും അവർ സമ്പൂർണ്ണമായി വിട്ടുനിൽക്കുന്നു. അത് കപടതയാണ് എന്നവർ മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇന്നലെ വൈകിട്ട് ഇപ്പോൾ ഈ മുനമ്പം സമരം നടക്കുന്ന 77-ാം ദിവസമാണ്. ഇന്നലെ 76-ാമത്തെ ദിവസമാണ്. ഇന്ന് വരെ ഈ സമരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത CPM അവിടെ നിന്ന് ഏതാണ്ട് 100 മീറ്റർ മാത്രം മാറിയുള്ള ഒരു സ്ഥലത്ത് പന്തൽ കെട്ടി ഇത്തരത്തിലൊരു ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് അവർ ഒരു രാഷ്ട്രീയ വിശദീകരണം നടത്തിയത്. എന്നാൽ ആ രാഷ്ട്രീയ വിശദീകരണം നടത്തുമ്പോൾ അത് ഈ സമരത്തോടുള്ള ഒരു അവഗണനയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ അതിനെ കണ്ടത്. ഇന്നലെ CPM സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മയിലേക്ക് അവിടുത്തെ ആൾക്കാരെ, മുനമ്പം വാസികളെ എല്ലാം തന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ പോലും അവരെടുത്ത ഒരു നിലപാട് അവിടേക്ക് പോകണ്ട എന്നത് തന്നെയായിരുന്നു. കാരണം ഈ ക്രിസ്മസ് ദിവസവും അവിടുത്തെ MLA അവിടെ എത്തും, ഈ സമരപന്തലിൽ എത്തുമെന്നൊക്കെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഉണ്ണികൃഷ്ണൻ അവിടേക്ക് എത്തിയിരുന്നില്ല. അത് പാർട്ടി വിലക്കുമൂലമാണ് എന്നതാണ് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ വാർഡ് മെമ്പർ, തൊട്ടടുത്ത വാർഡിലടക്കം അവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരോ CPMൻ്റെ പ്രാദേശിക നേതാക്കളോ ആരും തന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവർ നടത്തുന്ന പരിപാടിയിലേക്ക്, അവരുടെ പടിക്കിലേക്ക് പോയി അവരെ കാണേണ്ട ഒരു സാഹചര്യം മുനമ്പം ജനതയ്ക്ക് ഇല്ല എന്നൊരു നിലപാടിലേക്ക് അവരെടുത്തു. അതോടൊപ്പം തന്നെ CPMൻ്റേത് ഒരു ഇരട്ടത്താപ്പ് രാഷ്ട്രീയമാണെന്ന ഒരു വിലയിരുത്തൽ കൂടിയാണ് അവിടുത്തെ ജനതയ്ക്കുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പൂർണ്ണമായും ആർക്ക് വേണേൽ പങ്കെടുക്കാമെന്ന് മുനമ്പം സമരസമിതി തീരുമാനിച്ചെങ്കിൽ പോലും ഈ 610 കുടുംബത്തിൽ ഒരാൾ പോലും ഈ CPM സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് പോകുന്നില്ല എന്ന ഒരു നിലപാടിലേക്ക് പോയത്. ഇതേ സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ മുനമ്പം ജനതയുടെ അവരുടെ കിടപ്പാടം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സമരത്തിനെതിരെ CPM ഈ യോഗത്തിൽ ഉന്നയിച്ചതും. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഒരു ദേവാലയത്തെ അവർ സമരവേദിയാക്കി മാറ്റി എന്ന തരത്തിലാണ് അവിടുത്തെ ജനങ്ങൾ മറ്റ് ഓരോ സമുദായത്തിൽപ്പെട്ടവരുടെ എണ്ണം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗിരീഷ് അത്തരത്തിൽ സംസാരിച്ചത്. അത്തരത്തിൽ ഇത്രയും വിഭാഗക്കാരുള്ളപ്പോൾ ഇത് ഒരു സമുദായം ഇത് ഏറ്റെടുക്കുന്നു, ഇതൊരു സമുദായത്തിൻ്റെ സമരമാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ EMS സർക്കാരിനെ അട്ടിമറിക്കാൻ, അന്ന് നടന്ന ആദ്യത്തെ EMS സർക്കാരിനെ അട്ടിമറിക്കാൻ വിദേശ ശക്തികളടക്കം ഇടപെട്ടിരുന്നു. അത്തരത്തിലുള്ള സ്വാധീനം ഈ മുനമ്പം സമരത്തിലേക്കും വരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് CPM നേതാക്കൾ ഉന്നയിച്ചത്. ഇതേ സാഹചര്യത്തിൽ തന്നെ P. രാജീവ്
രാജീവ് ഇന്നലെ ശ്രമിച്ചത്. ഇത് ഈ പ്രശ്നങ്ങളെല്ലാം വഖഫ് പ്രശ്നങ്ങളെല്ലാം തന്നെ UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്നത് ചിത്രീകരിക്കാനായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത് ഒരു UDF നേതാവ് വഖഫ് ബോർഡ് ചെയർമാനായി ഇരിക്കുമ്പം റഷീദ് സാദിഖ് അലി തങ്ങൾ ഇരിക്കുമ്പോഴാണ് ഈ മുനമ്പത്തെ ഭൂമി വഖഫ് എന്ന് ഉള്ള ഉത്തരവ് ഇറക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മുനമ്പത്തെ ഇപ്പോഴത്തെ ഈ തർക്കഭൂമി അത് ഫറൂഖ് കോളേജ് ഇവിടുത്തെ ജനങ്ങൾക്ക് വിൽക്കുന്നത് ഒരു KPCC സെക്രട്ടറി ഫറൂഖ് കോളേജിൻ്റെ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ വഖഫ് ഭൂമി എന്ന പട്ടികയിൽ വന്നതിന് ശേഷം അവർക്ക് അവിടുത്തെ ജനങ്ങൾക്ക് നികുതി അടയ്ക്കാനുള്ള ആ ഒരു അവകാശം അതിൽ നിയമത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് നൽകാൻ പിണറായി സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെതിരെ വഖഫ് ബോർഡിലും അതോടൊപ്പം തന്നെ നിയമസഭയിലും സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ടും പ്രതിഷേധവുമായി എത്തിയത് UDF നേതാക്കളായിരുന്നു. അതിനുശേഷം UDF നേതാക്കൾ ഈ സമരപ്പന്തലിൽ പോയിരുന്ന് അവർക്കൊപ്പം എന്ന് പറയുന്നത് UDFിൻ്റെ ഇരട്ടത്താപ്പാണെന്ന് ചിത്രീകരിക്കാനായിരുന്നു രാജീവ് അടക്കമുള്ള CPM നേതാക്കൾ ശ്രമിച്ചതും. ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഇതേ സാഹചര്യത്തിൽ തന്നെ ഇവിടെ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവർ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം അടക്കം അന്വേഷിക്കണം. മുൻ വഖഫ് ബോർഡ് അംഗങ്ങൾ കൂടിയായിരുന്ന ഇവരുടെ അഴിമതിയും മറ്റും സംബന്ധിച്ചും എല്ലാം തന്നെ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഈ സമരസമിതി മുന്നോട്ട് വെക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അവിടെ എത്തിയപ്പോൾ നിവേദനവും നൽകി. ഇത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികളടക്കം പരിശോധന നടത്തണമെന്ന ഒരു ആവശ്യമാണ് മുനമ്പത്തെ സമരസമിതിക്കാരും അവിടുത്തെ ജനവും ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ വളരെ സങ്കീർണമായ നിലയിൽ തന്നെയാണ് ഇപ്പോഴും മുനമ്പം വിഷയം നിലനിൽക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് LDFിലും UDFിലും കടുത്ത നിരാശയാണ് അവരുടെ സമീപനങ്ങളിൽ മുനമ്പൻ ജനതയ്ക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ പറയേണ്ടത് UDFും ഇവിടെ വലിയ രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുനമ്പത്ത് നിന്ന് പോയതാണ്. പിന്നീട് തിരിഞ്ഞു നോക്കുന്നത് ക്രിസ്മസ് ദിനത്തിൽ അവിടെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി അവിടെ എത്തുന്നു. എന്നാൽ പോലും ഇത് സംബന്ധിച്ച മുനമ്പം വിഷയത്തിലെ വഖഫ് അധിനിവേശത്തിനെതിരെ ഇപ്പോൾ UDF സംസാരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നു. ഇതിലും കടുത്ത അമർഷമാണ് മുനമ്പൻ ജനതയ്ക്കുള്ളതും. വിനോദ്, ശരി. അതെ, മുനമ്പൻ ജനത ഈ കള്ളത്തരങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഈ ഇരട്ടത്താപ്പ് അവർ തിരിച്ചറിയുന്നു. ഇനി ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ചികിത്സാ പിഴവിനെ തുടർന്ന് ഗുരുതര ജനിതക വൈകല്യങ്ങളുടെ ജനിച്ച കുഞ്ഞിന്റെ തുടർ ചികിത്സ വൈകുകയാണ്. കുഞ്ഞിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കൾ. ശ്വാസമുട്ടൽ അടക്കം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞിന് വീണ്ടും MRI സ്കാനിംഗ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്തും. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഡിസ്ചാർജ് ചെയ്തത്. വീട്ടിലെത്തിയതോടെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതിനാൽ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. വായിലെ സ്രവം തലച്ചോറിലേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ കുഞ്ഞിനെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കണമെന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കണമെന്നുമാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. കുഞ്ഞിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ദിവസവും ആശുപത്രി കയറി ഇറങ്ങുകയാണ് മാതാപിതാക്കൾ. കുഞ്ഞിനെ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. കുഞ്ഞിന്റെ കുറുങ്ങൽ കൂടുതലാണ്. കുഞ്ഞിനെ ഇതുവരെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. കുറുങ്ങൽ അല്ലെങ്കിൽ ശ്വാസതടസ്സമായിട്ടുള്ള ആ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാ ടെസ്റ്റും വീണ്ടും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ആശുപത്രി അധികൃതർക്കോ അല്ലെങ്കിൽ ലാബിനോ ഇതുവരെ യാതൊരുവിധ നടപടി എടുത്തിട്ടില്ല. കുഞ്ഞിന് നിലവിൽ നൽകുന്ന ചികിത്സകൾ സൗജന്യമായി നൽകണമെന്ന് സർക്കാരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. അതേസമയം തുടർ ചികിത്സ സംബന്ധിച്ച തീരുമാനം വൈകുകയാണ്. സർക്കാർ ഉറപ്പുകൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ചികിത്സ ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുഞ്ഞിന്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഈ കുഞ്ഞിനെ പടിഞ്ഞാറ് WNC ആശുപത്രിയിൽ നിന്നും മിഡാസ് ലാബ്, ശങ്കേഴ്സ് ലാബ് അവരുടെ ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കുഞ്ഞിനെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഓരോ ദിവസവും വിളിക്കുന്നുണ്ട്. അത് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് അറിയിക്കാമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. MRI ഉൾപ്പെടെ ഇതുവരെ നടത്തിയ 8ഓളം ടെസ്റ്റുകൾ വീണ്ടും നടത്തണം. എന്നാൽ ഇതൊന്നും ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ളതല്ല. കുഞ്ഞിന്റെ തുടർ ചികിത്സ സംബന്ധിച്ച് വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരോഗ്യവകുപ്പ് അധികൃതരുടെ അവഗണനയ്ക്കെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തകർ. ജനം, ആലപ്പുഴ. നമുക്ക് ആലപ്പുഴയിലെ ചികിത്സാ പിഴവിൻ്റെ വാർത്തയാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമുക്ക്
മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ജർമ്മനിയിൽ വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. എറണാകുളം വൈറ്റ്ലയിൽ പ്രവർത്തിക്കുന്ന 7 സ്പൈസ് ആൻഡ് റൈസ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. കേസെടുത്ത നാളുകൾ കഴിഞ്ഞിട്ടും സ്ഥാപനത്തിൻ്റെ ഉടമകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ജർമ്മനിയിൽ സൂപ്പർമാർക്കറ്റിൽ ജോലി അല്ലെങ്കിൽ ജർമ്മനിയിലെ സമ്പന്ന മലയാളി കുടുംബത്തിൽ കെയർടേക്കർ അവസരം. ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയാണ് എറണാകുളം വൈറ്റിലയിൽ പ്രവർത്തിക്കുന്ന 7 സ്പൈസ് ആൻഡ് റൈസ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനം ഉദ്യോഗാർത്ഥികളെ ആകർഷിച്ചത്. ഉയർന്ന ശമ്പളമാണ് വാഗ്ദാനം ചെയ്തത്. വിസയ്ക്കായി മാത്രം 7.5 ലക്ഷത്തിലധികം രൂപ നൽകണം. മെഡിക്കൽ ചെക്കപ്പ് എന്ന പേരിലും ഇവരിൽ നിന്ന് വൻതുക തട്ടിയെടുത്തു. 3 മാസത്തിലുള്ള കയറ്റിവിടാമെന്ന് പറഞ്ഞിട്ടാണ് പേയ്മെന്റ് മേടിക്കുന്നത്. പക്ഷേ ഇവര് 3 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവര് എന്നെ മെഡിക്കലിന് വിട്ടു. മെഡിക്കലിന് വിട്ടിട്ട് ഇവരൊരു മധുരയിലൊരു ചായക്കടയുടെ ഉള്ളിലാണ് മെഡിക്കൽ എടുക്കുന്നത് തന്നെ. ഈ മെഡിക്കൽ എടുത്തിട്ട് ഇവർ നമ്മുടെ ഫെയിലാന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് വന്നു. ഈ ഷാൻ സുലൈമാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്ക് മെഡിക്കൽ ഫെയിലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു 2.5 ലക്ഷം രൂപയുടെ മെഡിക്കലിൻ്റെ ഇത് ഓവർകം ചെയ്യണമെങ്കിൽ 2.5 ലക്ഷം രൂപ അഡീഷണൽ. ആദ്യം എൻ്റെ ഇത് 3.5 ലക്ഷം രൂപയാണ് മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ മെഡിക്കൽ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് 2.5 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്താലാണ് കയറി പോകാൻ പറ്റുള്ളൂ. നിങ്ങളത് പൈസ അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ പറ്റും. ചിന്തിച്ച് നിന്നാൽ നമ്മൾ മുടക്കിയ പൈസ കൂടെ പോകുമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ എന്നെ കൊണ്ട് 2.5 ലക്ഷം രൂപ ഉണ്ടാക്കി അവർ കൈപ്പറ്റി. അക്കൗണ്ട് വഴിയാണ് എല്ലാ പൈസയും കൈപ്പറ്റിയത്. കൊല്ലം സ്വദേശി ഷാൻ സുലൈമാൻ, മൂവാറ്റുപുഴ സ്വദേശിനി ഷൈനി മാത്യു എന്നിവരായിരുന്നു സ്ഥാപന ഉടമകൾ. പണം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി ഇല്ലാതായതോടെ ഇവർ പോലീസിൽ പരാതി നൽകി. ഏകദേശം 7.5 ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ വീടും അമ്മയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ട് ഇപ്പൊ വീട് ജപ്തിയായി. അതുവരെ ഞാൻ ഇവനെ അയച്ചു കൊടുത്തിരുന്നു എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട്. ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല. 2.5 വർഷമായി. ഇതിനിടെ സമാനമായ മറ്റൊരു കേസിൽ ഷൈനി മാത്യു മൂവാറ്റുപുഴയിൽ അറസ്റ്റിലായി. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഷൈനി മാത്യു ഒളിവിൽ പോയി. പരാതികൾ വന്നതോടെ വൈറ്റിലയിലെ സ്ഥാപനം പൂട്ടുകയും ചെയ്തു. ഉടമകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മരട് പോലീസ് അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് DGPക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. പണയം വെച്ചും കടം വാങ്ങിയും നൽകിയ പണം എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന ആശങ്കയുമായി പെരുവഴിയിൽ അലയുകയാണ് ഈ യുവാക്കൾ. ജനം, കൊച്ചി. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കണ്ണൂർ ചെറുപാറ സ്വദേശി അനീഷാണ് ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയൂ. വൃക്ക മാറ്റിവെക്കാൻ മാത്രം 20 ലക്ഷം രൂപയാകുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഒരു നിമിഷം കൊണ്ടാണ് അനീഷിന്റെ ജീവിതം മാറിമറിഞ്ഞത്. കൂലിപ്പണിക്കാരനായ അനീഷും ഭാര്യ ദിവ്യയും 4ാം ക്ലാസ്സുകാരിയായ മകളുമൊത്ത് ഏറെ സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് വൃക്കരോഗം അനീഷിനെ പിടികൂടുന്നത്. അതോടെ കുടുംബത്തിന്റെ താളം തെറ്റി. സാമ്പത്തികം ഒന്നുമായിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂലിപ്പണി എടുത്തോണ്ട് ജീവിച്ചു. അവൾക്ക് തൊഴിലുറപ്പിന് മുമ്പ് ഞാൻ സാധാരണ ടൈലിൻ്റെ പണി എടുത്തോണ്ട്. അപ്പോൾ 2 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രിയാറ്റിൻ കൂടിയിട്ട് അങ്ങനെ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പരിയാരത്ത് മെഡിക്കൽ കോളേജിൽ കുറേ ചികിത്സ ചെയ്തു. 2 വർഷം 3 വർഷത്തോളം ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തവരാ. പണിയെടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം പണിക്ക് പോകാൻ പറ്റാണ്ട് കുറേ ആയി. എല്ലാവരും സഹായിക്കണമെന്ന് പറയാനുള്ളൂ, വേറൊന്നുമില്ല. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സ തുടർന്നു. എന്നാൽ ഇരുവൃക്കകളും തകരാറിലായി. വൃക്ക മാറ്റിവെക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് ഡോക്ടർമാർ കൂടി വിധിയെഴുതിയതോടെ തികച്ചും നിസ്സഹായ അവസ്ഥയിലാണ് ഈ നിർധന കുടുംബം. വൃക്ക നൽകാൻ ഭാര്യ ദിവ്യ തയ്യാറാണ്. പക്ഷേ അതിനുള്ള ഭാരിച്ച ചെലവ് അതീ കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണ്. 20 ലക്ഷം രൂപ വൃക്ക മാറ്റിവെക്കാൻ മാത്രം ചിലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. 9 വയസ്സുള്ള ഒരു പെൺകൊച്ചുണ്ട്. അപ്പം നാട്ടുകാരെല്ലാം കൂടെ സഹായിച്ചിട്ടാ ഈ അവസ്ഥയിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. എല്ലാവരും സഹായിക്കണമെന്നാണ്. ഞാനാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആള്. എൻ്റെ ആകില്ലെങ്കിൽ എൻ്റെ അമ്മയാണ് കൊടുക്കുന്നത്. ഡയാലിസിസിന് നല്ലൊരു പൈസ വേണം, മരുന്നിനും ഡയാലിസിസിനും കൂടെ. ഇത് നാട്ടിൽ നിന്ന് പിരിവെടുത്തിട്ട് നമുക്ക് അയച്ചു തരുക ചെയ്യുന്നത്. ഡയാലിസിസിനും മരുന്നിനുമായി ആഴ്ചയിൽ 4000-ലധികം രൂപ വേണം. അതുതന്നെ കണ്ടെത്താൻ ഈ കുടുംബം പെടാപ്പാട് പെടുകയാണ്. ചിലരുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ചികിത്സ പോലും മുന്നോട്ടു പോകുന്നത്. വൃക്ക മാറ്റിവെച്ച് പഴയ പോലെ തൊഴിലെടുത്ത് ജീവിക്കണം. അതാണ് അനീഷിന്റെ ഏക ആഗ്രഹം. അതിന് സുമനസ്സുകൾ കനിയണം.
ഈ നിർധന കുടുംബത്തിന് സഹായം വേണം. നിങ്ങൾ അയക്കുന്ന ഓരോ രൂപയും അനീഷിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരും. ജനം, കോഴിക്കോട്. നമുക്കിനി അന്താരാഷ്ട്ര വാർത്തകളിലേക്കും കൂടി ഒന്ന് പോകണം. രാജ്യം, രാജ്യാന്തരം. മാധ്യമപ്രവർത്തകരുടെ വേഷത്തിൽ ഗാസയിലെത്തിയ IS ഭീകരരെ വധിച്ചു. നസ്രത്തിൽ ഇവർ ഒളിച്ചിരുന്ന വാഹനം വ്യോമാക്രമണത്തിൽ തകർത്തു. കൊല്ലപ്പെട്ട 5 പേരിൽ 4 പേരും IS ഭീകരരാണ്. വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിക്കാൻ IS നീക്കം നടത്തുന്നതായി ആരോപണമുയർന്നിരുന്നു. വടക്കൻ ഗാസയിലെ ആശുപത്രിയിൽ ഒളിച്ചിരുന്ന ഹമാസ് ഭീകരരെ ലക്ഷ്യം വെച്ച് ആക്രമണം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എപ്പോഴായിരുന്നു ഇവരെ വധിച്ചത്? മറ്റു വിവരങ്ങളും കൂടി. ദേവിക, ഇത് സംബന്ധിച്ച വിവരങ്ങൾ മണിക്കൂറുകൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. അതായത് ഗാസയിലെ പല ഇടങ്ങളിലും ഒളിച്ചിരുന്ന, അതായത് ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി പലയിടങ്ങളിലായി പല IS ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇവർ ഏത് രീതിയിലാണ് ഗാസയിലെത്തിയത്, വടക്കൻ ഗാസയിലെത്തിയത് എന്ന് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ, എങ്ങനെയാണ് എത്തിയത് അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ലഭ്യമാവുകയും ചെയ്തിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായ ഒരു നടപടിയുടെ ഭാഗമായി ചില ഇൻ്റലിജൻസ് നീക്കങ്ങൾ ആരംഭിക്കുകയും ഇസ്രായേൽ ആക്രമണം നടത്തുകയും ചെയ്തത്. ഇസ്രായേൽ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വൻതോതിൽ ഒരു കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അതായത് 5 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ 4 പേരും IS ഭീകരരായിരുന്നു. ഇവർ എത്തിയത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഭീകരരെല്ലാം തന്നെ എത്തിയത് മാധ്യമപ്രവർത്തകരുടെ വേഷത്തിലാണ് എന്ന് വളരെ കൃത്യമായി ഇസ്രായേലി പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ വേഷത്തിൽ സ്ഥലത്തെത്തി ആക്രമണം നടത്താനുള്ള നീക്കങ്ങൾ നടത്തി എന്നതാണ് ഏറെ ഗൗരവതരമായൊരു വിഷയം. മാധ്യമപ്രവർത്തകർക്ക് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടുന്നതിനും മറ്റു പത്രത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെടുന്നതിനുമായി കാര്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ചില സൗകര്യങ്ങളെല്ലാം തന്നെ പല രാജ്യങ്ങളിലും ഒരുക്കുന്നത് പോലെ തന്നെ, യുദ്ധഭൂമിയിൽ ഒരുക്കുന്നത് പോലെ തന്നെ ഒരുക്കിയിരുന്നു. അവിടെ എത്തി ഇവർ ഏത് രീതിയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഇവർ ഏത് രീതിയിൽ ആയുധങ്ങൾ എത്തിക്കുകയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ടെറർ ഓപ്പറേറ്റീവ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ നടത്തുകയായിരുന്നു ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മാധ്യമപ്രവർത്തകരുടെ വേഷത്തിൽ എത്തുന്നു എന്നുള്ളത് അതീവ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അത്തരത്തിൽ മാധ്യമപ്രവർത്തകരുടെ വേഷത്തിലെത്തി ഇത്തരം ആക്രമണങ്ങൾക്ക് മുന്നൊരുക്കങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ആക്രമണങ്ങൾക്ക് എന്തെങ്കിലും പിന്തുണ നൽകുകയോ ചെയ്യുന്നത് വലിയൊരു കുറ്റകൃത്യമായി തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും മാധ്യമപ്രവർത്തകരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്നൊരു നീക്കമായതുകൊണ്ട് തന്നെ കൃത്യമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഹമാസിൻ്റെ കർശനമായ നിർദ്ദേശം നൽകുകയും ഇപ്പോൾ ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ഒരു അന്ത്യശാസനം ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ നേരത്തെ നിർത്തിവെച്ചിരുന്ന ഖത്തറും ഈജിപ്തുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുകയായിരുന്നു. അതിനായി നടപടികൾ ഒന്നൊന്നായി പുരോഗമിക്കുന്നത് തുടർച്ചയായി വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നതിനിടെയാണ് ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് ഏതാണ്ട് 24 മണിക്കൂർ മുമ്പാണ് ഈ മരണങ്ങൾ അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ ഇവരെ വധിച്ചത് എന്ന് സംബന്ധിച്ച് ഇസ്രായേലി പ്രതിരോധ സേന വിവരങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ കൂടി കൃത്യമായി ഏത് ലക്ഷ്യത്തിനാണ് ഇവർ എത്തിയത് എന്ന് സംബന്ധിച്ച ഒരു ധാരണ ഇനിയും ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. വെടിനിർത്തൽ ധാരണ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢനീക്കത്തിൻ്റെ ഭാഗമായാണ് IS ഭീകരർ എത്തിയത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ദേവിക, മണിക്കൂറിൽ തുടരുക. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ സമയം 8 മണിയാവുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടി നോക്കി വരാം പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകാൻ രാജ്യം. സംസ്കാരം രാവിലെ 11 മണിക്ക് നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ. AICC ആസ്ഥാനത്ത് പൊതുദർശനം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധി ഇന്ന്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊന്ന കേസിൽ വിധി പറയുക കൊച്ചി CBI കോടതി. CPM മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 24 പ്രതികൾ. സ്കൂൾ കലോത്സവത്തിൽ അപ്പീൽ ഫീസ് ഇനത്തിൽ സർക്കാരിന്റെ കൊള്ള. വിദ്യാഭ്യാസ വകുപ്പിന്റെ കീശയിലെത്തിയത് കോടികൾ. ഉയർന്ന അപ്പീൽ തുക
കെട്ടിവെക്കാനാകാതെ വിദ്യാർത്ഥികൾ. മാധ്യമപ്രവർത്തകരുടെ വേഷത്തിൽ ഗാസയിലെത്തിയ IS ഭീകരരെ വധിച്ച് ഇസ്രായേൽ സേന. വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിക്കാൻ IS നീക്കം. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കി CPM. പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. കേസിൽ പോലീസിന്റെ മെല്ലെപ്പോക്കെന്നും വിമർശനം. PFIക്കെതിരായ കേസ് ഇന്റലിജൻസ് റിപ്പോർട്ട് അവഗണിച്ച് കേരളം. മെക്സവിന് സമാനമായി കൂട്ടായ്മകൾ രൂപീകരിക്കാൻ നീക്കുമെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ട്. വ്യായാമ കൂട്ടായ്മകൾ നിരീക്ഷിക്കാനും നിർദ്ദേശം. ചോദ്യപേപ്പർ ചോർച്ചയിൽ കുരുക്ക് മുറുക്കി ക്രൈംബ്രാഞ്ച്. അധ്യാപകർക്ക് വീണ്ടും നോട്ടീസ് അയക്കും. ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ നീക്കം. ഷുഹൈബിനായി അന്വേഷണം തുടരുന്നു. കോഴിക്കോട് DMO ആയി രാജേന്ദ്രൻ തിരിച്ചെത്തും. അടുത്ത മാസം 9 വരെ തൽസ്ഥിതി തുടരാമെന്ന് കോടതി ഉത്തരവ്. സ്ഥലം മാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്യാനൊരുങ്ങി സർക്കാർ. മൻമോഹൻ സിംഗിന് വിട. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം ഇന്ന് നിഗംബോധ് ഘട്ടിൽ നടക്കും. രാവിലെ 11:45 സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ രാവിലെ 8:30 മുതൽ 9:30 വരെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. അതേസമയം കേന്ദ്ര സർക്കാർ മൻമോഹൻ സിംഗ് സ്മാരകം പണിയാൻ സ്ഥലം വിട്ടു നൽകുന്നില്ല എന്ന UPA വാദം പൊളിയുന്നു. സ്ഥലം വിട്ടു നൽകാൻ തയ്യാറെന്നും അതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് സ്ഥലം കൈമാറുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി S നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, നമുക്കറിയാം ഇനി അരമണിക്കൂറുകൾ കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ വസതിയിൽ നിന്നും അദ്ദേഹത്തെ AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. AICC ആസ്ഥാനത്ത് 8:30 മുതൽ 9:30 വരെ പൊതുദർശനം ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 11 മണിക്കായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം എന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇന്ന് അതിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. 11:45 പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരമെന്നും അറിയിക്കുന്നുണ്ട്. ദേവിക, ഇപ്പോഴും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വസതിയായ മോട്ടിലാൽ നെഹ്റു പാലസിലെ 3-ാം നമ്പർ വസതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവിടെ കുടുംബാംഗങ്ങൾ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അതിനുശേഷം 8:30 ഇവിടെ നിന്നും AICC ആസ്ഥാനത്തേക്ക് ഈ ഭൗതിക ശരീരം എത്തിക്കുക. വിലാപയാത്രയായിട്ടായിരിക്കും ഇവിടുന്ന് AICC ആസ്ഥാനത്തേക്ക് ഈ മൃതദേഹം കൊണ്ടുപോവുക. നിലവിൽ ഈ മുൻ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശവശംസ്കാര ചടങ്ങുകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും പ്രതിരോധ മന്ത്രാലയത്തിനാണ്. സൈന്യമാണ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ നടപടിക്രമങ്ങളും നടത്തുക. ഇതിനോടകം തന്നെ സൈന്യം ഈ മേഖലകളിലൊക്കെ തന്നെ കൃത്യമായി ഈ മേഖല ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിനുശേഷം ഏതാണ്ട് 8:30 തന്നെ ഇവിടെ നിന്നും ഈ ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിലാപയാത്രയായിട്ട് AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ ഒരു ജനക്കൂട്ടം ഇതിനോടകം തന്നെ AICCയുടെ പുറത്തും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് പിറകിലായും ഇതിനോടകം തന്നെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അത് 9:30 വരെയാണ് AICC ആസ്ഥാനത്ത് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. 9:30 അവിടെ നിന്നും മൃതദേഹം വിലാപയാത്രയായിട്ട് ഈ നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ AICC ആസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾ പലരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം സാധാരണ പ്രവർത്തകർക്ക് ഇവിടേക്ക് ഈ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുവാൻ സാധിക്കില്ല. പകരം AICC ആസ്ഥാനത്താണ് അതിന് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അവിടെ AICC ആസ്ഥാനത്ത് പ്രത്യേകമായി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് സന്ദർശിക്കുവാൻ വേണ്ടിയുള്ളവരുടെയും അതേപോലെ തന്നെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള സ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. വലിയ വിലാപയാത്രയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ നിയന്ത്രണങ്ങൾ ഈ പോലീസും മറ്റും ഈ പ്രദേശത്തെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ബാരിക്കേഡിന് പിന്നിലേക്ക് പോകണമെന്ന് പോലീസ് നിർദ്ദേശിക്കുന്നുണ്ട്. കൃത്യം 8:30 തന്നെ
ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകും. നിഗംബോധ് ഘാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളും മറ്റും നടക്കുക. അവിടെ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ആണ് ഈ നിഗംബോധ് ഘാട്ടിൽ അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നിട്ടുണ്ട്. യമുന റെഡ് ഫോർട്ടിൻ്റെ പ്രശസ്തമായ റെഡ് ഫോർട്ടിൻ്റെ പുറകിലായിട്ട് യമുന തീരത്താണ് ഈ ഘാട്ടുള്ളത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. പ്രധാനമന്ത്രി, പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ ആൾക്കാരും അവിടെ പങ്കെടുക്കും. അതേസമയം നിഗംബോധ് ഘാട്ടിനുള്ളിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അവിടെ DDക്ക് മാത്രമാണ് പ്രവേശനം, DD ചാനൽ മാത്രമാണ് അവിടെ പ്രവേശനമുള്ളതാണ് ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ചില വിവാദങ്ങൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് തിരികൊളുത്തി കഴിഞ്ഞു. അതായത് ഈ മുൻ പ്രധാനമന്ത്രിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് പ്രത്യേക സ്ഥലം കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല എന്നുള്ളൊരു വിവാദമായിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലം വിട്ടു നൽകുവാൻ, അല്ലെങ്കിൽ ഈ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പണിയുവാനുള്ള അവസരം നൽകുമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. അതേസമയം ഈ മുൻ പ്രധാനമന്ത്രിയുടെ മരണം പോലും അത് രാഷ്ട്രീയവൽക്കരിക്കുവാൻ, അല്ലെങ്കിൽ അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഈ മൻമോഹൻ സിംഗിൻ്റെ അദ്ദേഹം വിടവാങ്ങിയതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഇതിനോടകം തന്നെ ഉടലെടുത്തു കഴിഞ്ഞു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിന് മുമ്പേ തന്നെ വ്യവസായിയും അതേപോലെ തന്നെ പ്രിയങ്കയുടെ ഭർത്താവുമായ റോബർട്ട് വധര മരണം സ്ഥിരീകരിക്കുന്നതിന് 28 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതായിട്ട് ട്വീറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ വിവാദമാകുകയും ചെയ്തായിരുന്നു. ഏതായാലും കോൺഗ്രസ് ഒന്നും അതിനോട് ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോഴും ഈ വസതിയിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആ മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. 8:30 നിശ്ചയിച്ചിരിക്കുന്ന സമയം. 8:30 മുതൽ 9:30 വരെ AICC ആസ്ഥാനത്ത് പൊതുദർശനം. 9:30 അവിടെ നിന്നും വലിയ വിലാപയാത്രയായിട്ട് ഈ നിഗംബോധ് ഘാട്ടിലേക്ക് പോകും. അവിടെ 9:30 അതിനുശേഷം അവിടെ 11:45 പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനു മുമ്പായി ഈ ഇപ്പോൾ നിലവിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചായിരിക്കും കുടുംബാംഗങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള അവസരമൊരുക്കുക. ശേഷം അവിടെ നിഗംബോധ് ഘാട്ടിൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും. ഇന്നലെ ഈ സംഭവത്തിന് പിന്നാലെ, അതായത് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ BJP ദേശീയ അധ്യക്ഷനും അതേപോലെ തന്നെ ആരോഗ്യമന്ത്രിയുമായ JP നദ്ദ അവിടെ സന്ദർശിക്കുകയുണ്ടായി. പിന്നീട് പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടേക്ക് ഇദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതേപോലെ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ള പ്രമുഖരാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നത്. RSS അടക്കം അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഈ അദ്ദേഹത്തിൻ്റെ വിയോഗം അത് നാടിന് ഒരു തീരാ നഷ്ടമാണെന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, മുൻ പ്രധാനമന്ത്രിയുടെ സംഭാവനകൾ രാജ്യമെന്നും ഓർത്തെടുക്കുമെന്നും പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അനുശോചന കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ AICC ആസ്ഥാനത്ത് ആണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, പൊതുദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും മറ്റും പുരോഗമിക്കുന്നത്. പൂർണ്ണമായും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ സൈന്യം, പ്രതിരോധ മന്ത്രാലയത്തിനാണ് ഈ ശവസംസ്കാര ചടങ്ങുകളുടെയും മറ്റും ചുമതല. ഇതിനോടകം തന്നെ സൈന്യം ഈ മേഖലകൾ ഏറ്റെടുത്ത് പൂർണ്ണമായും അവരുടെ ഒരു നിയന്ത്രണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നേരത്തെ തന്നെ ഡൽഹി ട്രാഫിക് പോലീസ് പ്രത്യേക സർക്കുലർ ഇറക്കിയിരുന്നു. അവിടെ ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴിയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ VVIPസിന് മാത്രമാണ് ആ ഭാഗങ്ങളിലേക്ക് വാഹനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള അവസരം നൽകുക. മറ്റ് സാധാരണ പ്രവർത്തകർ ഈ വിലാപയാത്രയ്ക്കൊപ്പം നടന്നു തന്നെ നീങ്ങണമെന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ 8:30 തന്നെ ഈ ഭൗതിക ശരീരം ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. ദേവിക. നന്ദൻ, അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ ചില വാദങ്ങൾ പൊളിയുന്ന ഒരു ഘട്ടം കൂടിയാണ്. കാരണം ഇത്രയും ഒരു മുൻ പ്രധാനമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം വിട പറയുന്നൊരു സാഹചര്യത്തിൽ പോലും വിവാദങ്ങൾക്ക് തിരികൊടുത്താൻ കോൺഗ്രസ് മടി കാട്ടിയില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്നാൽ ഇദ്ദേഹത്തിനായി പ്രത്യേക ഒരു സ്ഥലം അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്താനായി, അല്ലെങ്കിൽ അദ്ദേഹത്തെ
അതിനുവേണ്ടി നൽകണമെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ അതിന് അനുവദിച്ചില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം. പക്ഷേ അതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ സ്ഥലം കൈമാറാമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ഇനി ഈ കോൺഗ്രസിന്റെ അനാവശ്യ വാദങ്ങൾ പൊളിഞ്ഞു പോകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനം തന്നെയല്ലേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? ദേവിക, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടിയായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു മരണം പോലും അതിനെ ആഘോഷമാക്കി ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്നുള്ളത് കോൺഗ്രസ് ആലോചിച്ചിരുന്നെങ്കിലും അത് പൂർണ്ണമായും പൊളിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിന്റെ പ്രധാന വാദം ഈ മൻമോഹൻ സിംഗിന് അർഹമായ പരിഗണന കേന്ദ്ര സർക്കാർ നൽകിയില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ നമുക്ക് വ്യക്തമാണ്, അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയും BJPയുടെ ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ ഉടൻ തന്നെ ആ സമയത്ത് തന്നെ എയിംസിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റും ക്രമീകരിക്കുകയുണ്ടായി. പിന്നാലെയാണ് പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വസതിയിലേക്ക് മാറ്റിയതിനു ശേഷം പ്രധാനമന്ത്രി, അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി, ധനമന്ത്രി അടക്കമുള്ള പ്രമുഖർ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. മാത്രമല്ല ഈ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പോലും അദ്ദേഹത്തിനോടുള്ള തികഞ്ഞ ബഹുമാനം കൃത്യമായി തന്നെ അത് വ്യക്തമാണ് എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ബഹുമാനക്കുറവോ അല്ലെങ്കിൽ നിഷേധ ഭാവമോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചെങ്കിലും അത് വിലപ്പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് അവിടെ കേന്ദ്ര സർക്കാർ കൃത്യമായ ഒരു സ്ഥലം ഈ നിഗംബോധ് ഘട്ടിൽ മുൻ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ അവസാന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരങ്ങൾ ചടങ്ങുകൾ നടത്തുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഇന്നലെ പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും മറ്റും ഒരുക്കിയിരുന്നത്. എന്നാൽ അതിനു മുമ്പേ തന്നെ മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് നൽകുന്നു. ആ കത്തിന് മറുപടി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ രാഷ്ട്രീയ ആരോപണമായി ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ BJPക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ആഞ്ഞടിക്കുവാനുള്ള ഒരു സാധ്യതയായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടിയുള്ള ഒരു സാധ്യതയായി കണ്ടുകൊണ്ട് ഇന്നലെ അത്തരം ചില നീക്കങ്ങൾ നടത്തുകയുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അത് വിലപ്പോയില്ല എന്നുള്ളതാണ്. മറിച്ച് കൃത്യമായ പരിഗണന അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രി അദ്ദേഹം നൽകിയ സംഭാവനകളൊക്കെ തന്നെ ഓർത്തെടുത്തുകൊണ്ട് കൃത്യമായ പരിഗണന തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ മുൻ പ്രധാനമന്ത്രിക്ക് നൽകിയത്. ഇതിലൂടെ രാഷ്ട്രീയ വിവാദങ്ങൾ യഥാർത്ഥത്തിൽ അവസാനിച്ചു എന്നുള്ളതാണ്. അതേസമയം തന്നെ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് മുൻ പ്രധാനമന്ത്രിക്ക് അർഹമായ പരിഗണന നൽകിയില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ അത്തരം ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളത് തന്നെയാണ് BJP നേതാക്കളും മറ്റും വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ കേന്ദ്ര BJPയുടെ ദേശീയ അധ്യക്ഷനും അതേപോലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയും ആശുപത്രിയിലേക്ക് ഉടൻ എത്തുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വസതിയിലേക്ക് മാറ്റിയപ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ളവർ അവിടേക്ക് നേരിട്ടെത്തുകയും മാത്രമല്ല പ്രധാനമന്ത്രി പറഞ്ഞ ഓരോ വാക്കുകളും അത് മൻമോഹൻ സിംഗിന് അദ്ദേഹം രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകൾ കൃത്യമായി തന്നെ വെളിപ്പെടുത്തുന്നതാണ്. സ്വാഭാവികത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതികരണം അത് നമുക്കറിയാം. അദ്ദേഹം നൽകിയ സംഭാവനകളെ ഓർത്ത് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല എത്രയും വലിയൊരു സംഭാവന നൽകിയ ഒരു നേതാവാണ് നമ്മെ വിട്ടു പിരിയുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ള പ്രമുഖർ അവിടേക്ക് എത്തി അദ്ദേഹത്തെ അവസാനമായി കണ്ടു. ഇനി 8:30 ACC ആസ്ഥാനത്തെ അദ്ദേഹത്തെ കൊണ്ടുവരും. പൊതുദർശനം 8:30 മുതൽ 9:30 വരെയാണ് അവിടെ ഒരുക്കുക. മാത്രവുമല്ല 11:45 സംസ്കാരം നടക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് കൂടി ഇനി നമുക്ക് ആ പൊതുദർശനത്തിലേക്ക് വരുമ്പോൾ ആ വാർത്തയിലേക്ക് വീണ്ടും വരാം. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കുരുക്കുമുറുക്കി ക്രൈംബ്രാഞ്ച്. MS സൊല്യൂഷനിലെ അധ്യാപകർക്ക് ഇന്ന് വീണ്ടും നോട്ടീസ് നൽകും. ഇത്തവണയും ഹാജരായില്ല എങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തന്നെയാണ് നീക്കം. അതേസമയം MS സൊല്യൂഷൻസ് CEO ഷുഹൈബിനായി അന്വേഷണം തുടരുകയാണ്. ഇവരുമായി അനഘ ചേരുന്നു. അനഘ, MS സൊല്യൂഷനിലെ CEO ആണിതിലെ പ്രധാനപ്പെട്ട കുറ്റവാളി എന്നുള്ള നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അദ്ദേഹം ഒളിവിലുമാണ്. MS സൊല്യൂഷനിലെ അധ്യാപകരെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് അവർ വരുന്നില്ല. അങ്ങനെ വരാത്ത പക്ഷം അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ തന്നെയല്ലേ ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം? അനഘ.
തീർച്ചയായും MS സൊല്യൂഷൻസിലെ അധ്യാപകർക്ക് ഇന്ന് വീണ്ടും ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകും. ആ നോട്ടീസ് ലഭിച്ച പക്ഷം നാളെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാനാണ് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്, ചോദ്യം ചെയ്യലിന്. നാളെയും ഈ അധ്യാപകർ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ലെങ്കിൽ ഈ അധ്യാപകരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കമായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് അടുത്തതായി ഉണ്ടാവുക. അതേസമയം ഈ അധ്യാപകരാരും തന്നെ ക്രൈംബ്രാഞ്ചുമായും അന്വേഷണവുമായും യാതൊരു വിധത്തിലും സഹകരിക്കുന്നില്ല എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ ചോർത്തി എന്ന് പറയുന്ന ഈ MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. ഷുഹൈബിനായുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഷുഹൈബ് എവിടെയാണ്, ഇതര സംസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ട് എന്നൊരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഷുഹൈബിലേക്ക് എത്തിപ്പെടാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതാണ്. ഷുഹൈബിലേക്ക് നീളുന്ന കൃത്യമായ തെളിവുകൾ, ചോദ്യപേപ്പർ ഷുഹൈബ് ചോർത്തി എന്നതിനുള്ള കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. കാരണം MS സൊല്യൂഷൻസിൽ ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചെന്ന് പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ അവിടെ നിന്ന് ലാപ്ടോപ്പും ഫോണുകളും മറ്റ് രേഖകളും ഒക്കെ തന്നെ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ഇതിൽ നിന്നൊക്കെ തന്നെ ഷുഹൈബ് അടക്കമുള്ളവർ ഈ ചോദ്യപേപ്പർ ചോർത്തി എന്ന, ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി എന്ന അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് അറിഞ്ഞതോടുകൂടിയാണ് ഷുഹൈബ് ഒളിവിൽ പോയിരിക്കുന്നത്. മാത്രമല്ല, അന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. ഈ മാസം 30-നാണ് ഇനി കോടതി ഈ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. മാത്രമല്ല, ഈ ഷുഹൈബിനെ ഇത്തരത്തിൽ ഒളിവിൽ പോകാൻ സഹായിച്ചിരിക്കുന്നത് ഷുഹൈബിന്റെ ഉന്നത ബന്ധങ്ങളാണ് എന്നൊരു ഗുരുതര ആരോപണവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഷുഹൈബിനെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസിനൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ കേസിൽ ഏറെ നിർണായകമാണ് ഈ MS സൊല്യൂഷൻസിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ ചോദ്യം ചെയ്യുക എന്നുള്ളത്. ആ അധ്യാപകർക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും കാര്യം അറിയുമോ, ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ടോ, ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ അധ്യാപകർ കൂടി ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതുണ്ട്. എന്തായാലും നാളെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഈ അധ്യാപകർക്ക് ക്രൈംബ്രാഞ്ച് ഒരിക്കൽ കൂടി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നോട്ടീസ് നൽകിയിട്ടും നാളെ അധ്യാപകർ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിട്ടില്ലെങ്കിൽ ഈ അധ്യാപകരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന ഉറച്ച നീക്കത്തിലേക്ക് കൂടിയാണ് അന്വേഷണ സംഘം എന്തായാലും കടന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ ഇത്തരത്തിൽ ഷുഹൈബിന് എങ്ങനെയാണ് ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയത്, അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ചോദ്യപേപ്പർ നിർമ്മിക്കുന്ന ആ അധ്യാപക സംഘടനയിൽ CPM അനുകൂല ഏതെങ്കിലും തരത്തിൽ CPM-മായി അനുഭാവം പ്രകടിപ്പിക്കുന്ന അധ്യാപകരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ CPM-ന് കൂടി ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CPM അനുകൂല അധ്യാപകർ കൂടി പങ്കുണ്ട് എന്ന് കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഷുഹൈബ് എന്നൊരൊറ്റ വ്യക്തിയിലേക്കും MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് മാത്രം ഈ അന്വേഷണം ഒതുക്കാനുള്ളൊരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അതെ, MS സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഷുഹൈബ് ഈ കേസിൽ ഒളിവിലാണ്. MS സൊല്യൂഷനിലെ അധ്യാപകരെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു നൽകിയായിരുന്നു അനഘ. വളരെ പ്രധാനപ്പെട്ടൊരു റിപ്പോർട്ടാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത്. തമിഴ്നാട് തേനി പെരിയകുളത്ത് വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. ടൂറിസ്റ്റ് ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ 18 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഇപ്പോൾ ഇവരുടെ നില ഗുരുതരമാണോ, അല്ലെങ്കിൽ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? ആശുപത്രിയിൽ നിന്ന് എന്ത് വിവരമാണ് ലഭിക്കുന്നത്? ഇന്ന് പുലർച്ചെയോടെയാണ് തമിഴ്നാട് തേനി ഏർക്കാട്ടിൽ വെച്ച് ടൂറിസ്റ്റ് വാനും മലയാളികൾ സഞ്ചരിച്ചിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചത്. കോട്ടയം സ്വദേശികളായ 4 പേരാണ് ഈ ഒരു കാറിലുണ്ടായിരുന്നത്. ഈ കാറിലുണ്ടായിരുന്ന 3 പേർ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ തേനി പെരിയകുളത്തിനടുത്ത് കാട്ടൂരിൽ വെച്ചാണ് ഈ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. ഈ കൂട്ടിയിൽ ഈ കാർ പൂർണ്ണമായും തകർന്നു. ഈ കാറിനുള്ളിൽ കുടുങ്ങിയ നിലയിലാണ് ഈ 4 പേരും ഉണ്ടായിരുന്നത്. ഇതിൽ കാറിലുണ്ടായിരുന്ന 3 പേർ മരിക്കുകയും ഇതിൽ ഒരാൾ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പരിക്ക് ഗുരുതരമാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്നത് 18ഓളം ആളുകളാണ്. ഇവർക്കും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയും തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ പരിക്കേറ്റവരിൽ അല്ലെങ്കിൽ ഈ മരിച്ചവരുടെ പേരുവിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരാളുടെ പേര് മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കുറവലങ്ങാട് സ്വദേശി ജയന്താണ് മരിച്ചിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് കുറവലങ്ങാട് സ്വദേശി തന്നെയായിട്ടുള്ള ഷാജി എന്നയാൾക്കാണ്. ഇത്തരത്തിൽ മറ്റ് 2 പേരുടെ പേരുവിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. നിലവിൽ പോലീസ് കേസെടുത്ത് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അപകടമുണ്ടാകാനുണ്ടായ സാഹചര്യം എന്ത് നടക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും ഈ
കാറ് വാനിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ കാറിന്റെ ഡ്രൈവർ ഉറങ്ങിയതാണോ ഈ അപകടം ഉണ്ടാകാൻ കാരണമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. എന്തായാലും കോട്ടയം സ്വദേശികളായിട്ടുള്ള 3 പേരാണ് നിലവിൽ ഈ തമിഴ്നാട്ടിൽ നടന്ന അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ ഒരു ദുഃഖവാർത്തയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള അപകട വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. തമിഴ്നാട് തേനി പെരിയകുളത്ത് വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചിരിക്കുകയാണ്. ടൂറിസ്റ്റ് ബസും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ 18 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇനിയൊരു പൊളിറ്റിക്കൽ വാർത്തയിലേക്ക് പോകാം. തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന കെ മുരളീധരന്റെ തുറന്നു പറച്ചിലോടെ പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസ്. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന പ്രതികരണങ്ങളിൽ വി ഡി സതീശന് ഉൾപ്പെടെ അതൃപ്തിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ കക്ഷികളുടെ വോട്ട് വാങ്ങിയാണ് കോൺഗ്രസ് പലയിടത്തും ജയിക്കുന്നതെന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും ആദ്യമായാണ് ഒരു നേതാവ് ഇക്കാര്യം പരസ്യമായി സമ്മതിക്കുന്നത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഇന്നലെയാണ് കെ മുരളീധരൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി പല സ്ഥലത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ SDPI അടക്കമുള്ള സംഘടനകളുടെ വോട്ട് സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പ്രധാനപ്പെട്ട UDF നേതാവും CMP നേതാവുമായിട്ടുള്ള CP ജോണും ഇന്നലെ പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയാണ്. അവർ എല്ലാ കാലത്തും പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ വോട്ടൊന്നും വാങ്ങുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അവരുടെ നേതാവ് തന്നെ കെ മുരളീധരൻ തന്നെ സമ്മതിക്കുന്നു വോട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പോൾ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാവുകയല്ലേ ഗോകുൽ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് SDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ രംഗത്ത് വരുന്നു എന്ന ആരോപണങ്ങൾ BJP ഒക്കെ ഉയർത്തിയിരുന്നു. ആ ഘട്ടങ്ങളിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ അതിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അലയൊലികൾക്ക് ശേഷം മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അത് കേരളത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമസഭയിലോ തദ്ദേശ സ്ഥാപനങ്ങളോ കേന്ദ്രീകരിച്ചു മാത്രമല്ല അത്തരത്തിലൊരു സഖ്യമുണ്ടാക്കിയിട്ടുള്ളത്. 2019 മുതൽ ദേശീയാടിസ്ഥാനത്തിൽ തന്നെ വെൽഫെയർ പാർട്ടിയുമായിട്ട് തങ്ങൾക്ക് സഖ്യമുണ്ട്. ദേശീയ തലത്തിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് ലഭിക്കുന്നുണ്ട് എന്ന് മുൻ KPCC പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവും ഒക്കെയായിട്ടുള്ള കെ മുരളീധരനാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. BJPക്ക് ദേശീയ ബദലായിട്ട് കോൺഗ്രസ് മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടി ഇത്തരത്തിൽ തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറായത് എന്ന് കെ മുരളീധരൻ തുറന്നു പറയുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വർഗീയ കക്ഷികളുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും ഒക്കെ വോട്ടുകൾ ആർക്കാണ് ലഭിക്കുന്നത് എന്നതിനെ ചൊല്ലിയിട്ടുള്ള തർക്കം LDFിലും UDFിലും ഉണ്ട്. CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള A വിജയരാഘവൻ കഴിഞ്ഞ ദിവസം വയനാട് വെച്ച് നടത്തിയ ഒരു രാഷ്ട്രീയ പരാമർശം വലിയ വിവാദമായിരുന്നു. രാഹുലിന്റെയും പ്രിയങ്കയുടെയും വിജയത്തിന് പിന്നിൽ വർഗീയ ചേരിയുടെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴി തെളിച്ചിരുന്നു. ആ സമയത്തൊക്കെ വി ഡി സതീശൻ പറഞ്ഞത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ SDPയുടെ പിന്തുണ CPMനായിരുന്നു, ഇടതുമുന്നണിക്കായിരുന്നു ലഭിച്ചിരുന്നത് എന്ന ആരോപണങ്ങളുമായി രംഗത്ത് വരികയുണ്ടായി. വെൽഫെയർ പാർട്ടിയുടെ തന്നെ അമീറായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷിഹാബ് പൂക്കൂട്ടൂരൊക്കെ CPM നേതാക്കളുമായിട്ട് പല സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലും രാജസ്ഥാനിലും ഒക്കെ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ കോൺഗ്രസിനും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കിട്ടുന്നുണ്ട്, 2019 മുതൽ തങ്ങൾക്കാണ് ദേശീയാടിസ്ഥാനത്തിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ലഭിക്കുന്നത്, കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് CPMഉം നിലകൊള്ളുന്നതിനാൽ CPMനും സ്വാഭാവികമായിട്ടും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കിട്ടുന്നുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ UDFനും LDFനും ഒരുപോലെ വെൽഫെയർ പാർട്ടിയുടെയും SDPയുടെയും പിന്തുണ കിട്ടുന്നുണ്ട് എന്നാണ് ഈ രണ്ട് മുന്നണിയുടെയും നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ BJPയുടെ നേതാക്കൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അതായത് യഥാവിധി അല്ലെങ്കിൽ ആവശ്യമുള്ളതിനനുസരിച്ച് ഈ LDFനും UDFനും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കിട്ടുന്നുണ്ട് എന്ന ആരോപണം BJP ഉന്നയിച്ചിരുന്നു. അതിനെ നേതാക്കൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പിണറായി വിജയനൊക്കെ തള്ളിക്കളയുകയാണെങ്കിൽ കോൺഗ്രസിന് മുതിർന്ന നേതാവ് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാവ് അത് തുറന്നു പറഞ്ഞതോടുകൂടി കോൺഗ്രസ് യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. കാരണം ഇനി അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അടുത്ത വർഷത്തോടുകൂടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കാൻ പോകുന്നു. ആ ഘട്ടത്തിൽ അനാവശ്യമായ ഒരു തുറന്നു പറച്ചിലാണ്. അതായത് ഇത്തരത്തിൽ വർഗീയ സംഘടനകളുമായിട്ടുള്ള മുന്നണി സഖ്യത്തെ നേതാക്കൾ ശക്തമായി എതിർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ വഴിതെളിച്ചു വിടാൻ
ശ്രമിക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്തരത്തിൽ അതിനെ അംഗീകരിക്കുന്ന ഒരു ചർച്ചയിലേക്ക് വിഷയം കൊണ്ടുപോയത് എന്ന അമർഷം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശനാണോ രമേശ് ചെന്നിത്തലയായിരിക്കുമോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരിക എന്ന ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അവരെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കെ മുരളീധരൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. മുരളീധരന്റെ പേര് സ്വാഭാവികമായിട്ടും ഈ സ്ഥാനത്തേക്കൊന്നും ഉയർന്നു വരുന്നില്ല. അതുകൊണ്ട് അത്തരം ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടക്കുന്നതിനോട് മുരളീധരന് വിയോജിപ്പുണ്ട് എന്നും അത്തരം ചർച്ചകളിലേക്ക് പോവേണ്ടതില്ല എന്നതിനാലാണ് ഈ രീതിയിൽ ചർച്ചയെ വഴിതിരിച്ചു വിടുകയും കോൺഗ്രസിനെയും നേതാക്കളെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു ചർച്ചയിലേക്ക് മുരളീധരൻ ഇത്തരം പരാമർശം നടത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നതുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ വിലയിരുത്തുന്നത്. അതിനാൽ വരുന്ന ദിവസങ്ങളിലും ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാവും. കാരണം കെ മുരളീധരൻ പറഞ്ഞത് കേവലം കോൺഗ്രസിന്റെ കാര്യം മാത്രമല്ല, കോൺഗ്രസിന് 2019 മുതൽ വോട്ട് കിട്ടുന്നു. 2016 തനിക്ക് വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരനെതിരെ മത്സരിച്ച സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിരുന്നു. മാത്രമല്ല CPM-ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPM. ആ രീതിയിൽ CPM-ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള റസാഖ് പാലേരി 2019 മുതൽ LDF-നെ പിന്തുണച്ചതായിട്ടുള്ള ചരിത്രം പറയുന്നുണ്ട്. MP രാജേഷ് സീതാറാം യെച്ചൂരിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താൻ അവസരം ഒരുക്കി തരാമെന്ന് പറഞ്ഞിരുന്നതായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമി SDPയും ഒക്കെ വരുന്ന നാളുകളിലും രാഷ്ട്രീയ വിഷയങ്ങളുടെ ഭാഗമായി തന്നെ ഉണ്ടാകും. അവർ ആരൊക്കെയാണ് ഈ രൂപീകരണ കാലം തൊട്ട് പിന്തുണച്ചത്, അത് ഏതൊക്കെ സ്ഥലങ്ങളിൽ അവർക്ക് ഗുണകരമായി എന്നതിനെ സംബന്ധിച്ച ചർച്ചകളൊക്കെ വരുന്ന ദിവസങ്ങളിലും ചൂടേറിയ വിവാദങ്ങൾക്ക് കാരണമാകുമെന്നൊരു വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരുള്ളത്. അതെ, അവിടെ BJPയെ പരാജയപ്പെടുത്താൻ ഇവർ വോട്ട് മറിക്കുന്ന സാഹചര്യം. അഷറഫ് എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു ഇവർക്ക് വിജയിക്കാനുള്ള വോട്ടൊന്നുമില്ല എന്നുള്ളത്. അത് സത്യമാണ്. പക്ഷേ വേറൊരാളെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് അവരുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് അവരുടെ നേതാക്കൾ തന്നെ സമ്മതിക്കുകയാണ്. പ്രകാശൻ വേലുക്കുട്ടി പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ളവർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം എന്നൊക്കെ പറയുന്നു. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ ഇത് വലിയ ചർച്ച തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം തീവ്രവാദ ശക്തികൾ വിവിധ കൂട്ടായ്മകളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യത ഉണ്ട് എന്ന കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് അവഗണിച്ച് കേരളം. കളിക്കളങ്ങൾ, ജിമ്മുകൾ, വ്യായാമ കൂട്ടായ്മകൾ എന്നിവയുടെ പ്രവർത്തനം ജാഗ്രതയോടെ നിരീക്ഷിക്കണമെന്നായിരുന്നു നിർദ്ദേശം. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേർന്നുണ്ട്. അനഘ, നമുക്കറിയാം ഈ MEX7 അടക്കമുള്ള വ്യായാമ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. CPM-ന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇത്തരമൊരു ആരോപണം ആദ്യം ഉയർന്നു വന്നത് എങ്കിൽ MEX7-മായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കൂടുതൽ വ്യാപകമായി വന്നപ്പോൾ അതിലൊരു U-ടേൺ അടിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും കൂടി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഒരു വിവരങ്ങളെല്ലാം സർക്കാരിന് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് സർക്കാർ കൃത്യമായി തെന്നി മാറുന്നു, അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ കൂടുതൽ ഗൗരവം സർക്കാർ കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന മത തീവ്രവാദ സംഘടനയെ 2022 സെപ്റ്റംബറിലാണ് കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. കൃത്യമായ തെളിവുകൾ, രേഖകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. IS പോലുള്ള തീവ്രവാദ സംഘടനകളുമായി പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായ ഈ ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള നീക്കമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങളായിരുന്നു അന്ന് ഇത്തരത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് കാരണമായി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ നിരോധനമുണ്ടായ ആ സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ ഏറ്റവും അധികം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത് ഈ കേരളത്തിലായിരുന്നു എന്നതാണ്. ഏറ്റവും അധികം വേരുകൾ, പോപ്പുലർ ഫ്രണ്ട് വേരുറപ്പിച്ചിരുന്ന മണ്ണും ഈ കേരളത്തിലായിരുന്നു എന്ന് കേന്ദ്ര ഏജൻസികൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനും അത് കൃത്യമായി അറിയാവുന്ന കാര്യവുമാണ്. എന്നാൽ ആ സമയത്ത് തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഉണ്ടായ ആ സമയത്ത് തന്നെ കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും ഒക്കെ തന്നെ സംസ്ഥാന സർക്കാരിന് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ നിരോധനത്തിന് ശേഷവും പോപ്പുലർ ഫ്രണ്ടിലെ പ്രവർത്തകരൊക്കെ തന്നെയുണ്ട്. ഈ നേതാക്കൾ മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ ആയിരക്കണക്കിന് അണികൾ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമ്മൾ അവരുടെ പല ജാഥകളിൽ നിന്നും മറ്റുമൊക്കെ തന്നെ കണ്ടതാണ്. ഈ അണികളൊക്കെ തന്നെ ഇപ്പോഴും കേരളത്തിലുണ്ട്. അവരൊക്കെ തന്നെ മറ്റേതെങ്കിലും ഒരു സംഘടനയിലോ മറ്റ് ഈ ട്രസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ രൂപീകരിച്ച് അതിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കൃത്യമായി ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം. എല്ലാ കാലത്തും ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസിയും സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അന്ന് മുതൽ തന്നെ ആ മുന്നറിയിപ്പിന് ഒരു വിലയും കൊടുക്കാത്ത നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് ഈ പിണറായി സർക്കാർ
സർക്കാർ എടുത്തിരിക്കുന്ന ഈ മെക് 7 വിഷയത്തിൽ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ, ഈ മെക് 7 എന്ന വിഷയം ആദ്യം പുറംലോകത്തെത്തിച്ചത് ഈ CPM-ലെ തന്നെ തലമുതിർന്ന നേതാവാണ്. കൃത്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയും PF പ്രവർത്തകരും ഒക്കെ തന്നെ ഈ മെക് 7 കൂട്ടായ്മയിലുണ്ട് എന്ന് ആ നേതാവ് പറയുകയുണ്ടായി. പക്ഷേ ഈ വിഷയം ഈ പറഞ്ഞ നേതാവിനെ കൊണ്ട് അത് തിരുത്തി പറയിപ്പിക്കാനുള്ള ഒരു ജാഗ്രതയാണ് സംസ്ഥാന സർക്കാർ ഈ മെക് 7 വിഷയത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മെക് 7 തങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നത് ഒരു ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗമുള്ള പ്രദേശത്ത് ആണ് എന്നതാണ്. അതിൽ തന്നെ ഈ മെക് 7 എന്ന സംഘടനയ്ക്ക് പിന്നിലുള്ള, വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്ന് കൃത്യമായി സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു ഹിന്ദു ഭൂരിപക്ഷം അല്ലെങ്കിൽ ഇപ്പോൾ പെരിയ ഇരട്ട കൊലപാതക കേസിലെ വിധി അറിയാൻ കൊച്ചിയിലെത്തിയ ശ്യാംലാലിന്റെ അച്ഛൻ PV സത്യനാരായണൻ, കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ എന്നിവർ സുധീഷ് ഗോപാലിനൊപ്പം ചേരുകയാണ്. അതിലേക്ക് കൂടി ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് ഈ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഇന്ന് വിധി പറയുന്ന പെരിയ ഇരട്ട കൊലപാതക കേസിലെ ആ വിധി നേരിട്ട് കേൾക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള കൃപേഷിൻ്റെ അച്ഛനും അതോടൊപ്പം തന്നെ ശരത്ലാലിൻ്റെ അച്ഛനുമാണ്. അത് കൃപേഷിൻ്റെ അച്ഛൻ കൃഷ്ണനിലേക്ക് നമുക്കൊന്ന് പോവാം. ഈ ഒരു വലിയ നീണ്ട ഒരു പോരാട്ടം തന്നെയായിരുന്നു. അതും ഒപ്പം നിന്നവർ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് തന്നെയാണ് ഇതിലൊരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തി. എങ്ങനെ കാണുന്നത്? ഈ കേസ് തുടക്കം മുതൽ ഈ കേസ് ഞങ്ങളെ പ്രതികളെ കൂടെയാണ് ഈ ഗവൺമെൻറ് നിന്നത്. ഈ ഗവൺമെൻറ് കോടിക്കണക്കിന് ചെലവിട്ട് ഈ കേസ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു. ലോക്കൽ പോലീസ് അന്വേഷണം വന്നപ്പോൾ അത് അടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടാതെ കൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നല്ല രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുകയും പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് അയലയും മാറ്റി മൂന്നാമത്തെ ഉദ്യോഗസ്ഥനാണ് ഈ കേസ് കൈകാര്യം ചെയ്തത്. ആ സംശയം ഞങ്ങൾക്ക് അതിൽ സംശയം കൂടി ഇങ്ങനെ കൊണ്ടാണ് ഞങ്ങൾ ഈ അന്വേഷണം മുമ്പോട്ട് ഞങ്ങൾക്ക് ഈ പ്രതികൾക്ക് ശിക്ഷ കിട്ടൂല, ഈ പ്രതികൾ ഇത് രക്ഷപ്പെടും എന്നുള്ള ഇതുകൊണ്ടാണ് ഞങ്ങൾ CPI അന്വേഷണത്തിലേക്ക് പോയത്. ആ CPI അന്വേഷണത്തിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ വാദിച്ച് CPI സുപ്രീം കോടതി ഞങ്ങൾക്ക് കേസ് അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പിക ഡൽഹിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവന്ന് എതിരായി വാദിച്ചു ഗവൺമെൻറ്. അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഞങ്ങളെ വക്കീൽ അൻസഫലി വക്കീൽ ഞങ്ങളെ ഈ കേസ് സുപ്രീം കോടതി വരെ എത്തിച്ചു തന്ന ഫലമായി ഞങ്ങൾക്ക് CPI അന്വേഷണം വന്നു. CPI അന്വേഷണത്തിൽ ഈ പ്രതികളെ ഒരു 10 പ്രതികൾ കൂടി, ആ 10 പ്രതികളും ഇപ്പോൾ കൂടി ഇപ്പോൾ 24 പ്രതികളാണ്. 24 പ്രതികളിൽ ഇവർക്ക് 24 പ്രതികൾക്കും ശക്തമായ ശിക്ഷ കിട്ടുന്നതിൻ്റെ പ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങൾ കുടുംബം ഇന്ന് ഇവിടുത്തെ വന്നിട്ടുള്ളത്. ഈ ഒരു വിധി അത് നൽകുന്ന ഒരു സന്ദേശം കൂടെ ഉണ്ടല്ലോ സമൂഹത്തിന്, അത് ഏത് രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അത് പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഈ കൊല ചെയ്യുന്ന ഈ പാർട്ടി, ഈ CPM എന്നുവെച്ചാൽ ഒത്താശ ചെയ്ത് കൊടുത്ത് CPM-ൻ്റെ നേതാക്കന്മാർ ഒത്താശയോടെ കൂടി ലില്ലയിൽ ഇരുന്ന് സംസാരിച്ചിട്ടാണ് ഈ കൊലപാതകം നടത്തുന്നുള്ളത്. ആ കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ ഇപ്പോൾ KV കുഞ്ഞിരാമൻ, മുൻ MLA KV കുഞ്ഞിരാമനും ലോക്കൽ സെക്രട്ടറി ബാലകൃഷ്ണനും ബ്ലോക്ക് പ്രസിഡന്റ് മണികണ്ഠനും എല്ലാം ഇതിൽപ്പെട്ടിട്ടുണ്ട്. കേസിൽ പ്രതികളാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ഫലമായി അവർക്കൊക്കെ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നാളേക്കൊരു ജനങ്ങൾക്കൊരു സന്ദേശമായി. ഇനി ഇതൊരു കൊല ചെയ്താൽ ഇങ്ങനത്തെ ഫലം. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധം കൂടെ, നിയമയുദ്ധം കൂടെ ആയിരുന്നു. അതെ, കൊലപാതകത്തിന് രാഷ്ട്രീയമായിട്ട് നിയമയുദ്ധമായിരുന്നു നമ്മൾ നടത്തിയത്. ആ നിയമയുദ്ധം ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് CPI കോടതിയിൽ നിന്ന് നല്ലൊരു വിധി കിട്ടുന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമുക്ക്. ഇപ്പം നമ്മളോടൊപ്പം ശരത്ലാലിൻ്റെ അച്ഛൻ സത്യനാരായണൻ കൂടി ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെയും വാക്കുകളൊന്ന് കേൾക്കാം. എന്തു തന്നെയായാലും വലിയ ഒരു നീണ്ട പോരാട്ടം, അതിൽ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ ഒപ്പം നിന്ന് അഭിഭാഷകൻ പോലും മറുപക്ഷം ചേരുന്ന സാഹചര്യങ്ങൾ, അതിനെയൊക്കെ എങ്ങനെയാണ് നേരിടാൻ സാധിച്ചത്? ഇന്ന് എന്ത് തരത്തിലുള്ള ഒരു വിധിയാണ് പ്രതീക്ഷിക്കുന്നത്? അത് നേരിടാൻ സാധിച്ചതെന്ന് വെച്ചാൽ കൃത്യമായ സാക്ഷികളെ വിസ്തരിക്കുന്നുണ്ട്. തെളിവുകളാണല്ലോ നമ്മൾക്ക് ഏറ്റവും പ്രധാനം. കോടതിക്ക് ശിക്ഷ വിധിക്കണമെങ്കിൽ സംശയാതീതമായി തെളിയിക്കപ്പെടുക. അത് തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. കാരണം ഈ CK ശ്രീധരൻ എന്ന വക്കീൽ ഉദ്ദേശിക്കും പോലെയല്ല നമ്മൾ പ്രവർത്തിച്ച് സത്യസന്ധമായി പ്രവർത്തിച്ചു. അതിന് തക്ക ഇയാൾ ഉദ്ദേശിച്ച കള്ളത്തരത്തിൽ വാദിച്ച് ജയിക്കാമെന്നുള്ള രീതിക്കാന്ന് പാർട്ടി വിട്ടുപോയി. ആ പാർട്ടി വിട്ടു പോയി കഴിഞ്ഞാൽ സത്യത്തിൽ പിണറായി വിലക്കെടുത്തുകയാണ്. സുപ്രീം കോടതി വരെ പോയിട്ട് പ്രതികൾ രക്ഷിക്കാനുള്ള സംവിധാനം ഇല്ലാതിരിക്കുമ്പോൾ ലാസ്റ്റ് ഒരടവാണ് CK ശ്രീധരൻ. അത് ഇതിന് മുമ്പും അവർ ചെയ്തതാണ്. അപ്പോൾ CK ശ്രീധരനെ വിലക്കെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ വക്കാലത്തെടുക്കാൻ പറ്റൂ. കോൺഗ്രസിനകത്ത് നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെ എതിരെ നിൽക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ആദ്യം പാർട്ടി മാറി,
അത് വക്കാലത്ത് ഏറ്റെടുത്തു. അപ്പോൾ അത്ര നീചമായ ഒരു പ്രവൃത്തി അങ്ങനത്തെ ഒരു മനുഷ്യ ലോകത്തില്ല. കാരണം ഈ കൊന്ന പീതാംബരനും അതിന് തുല്യമാണ് ഇയാൾ നമ്മളോട് ചെയ്ത്. നമ്മളൊന്നേ കൂടെ നിന്നൊരു മനുഷ്യനാണ്. അത്രയ്ക്കും മനുഷ്യത്വം ഇല്ലാത്തൊരു ഇത്രയും വയസ്സാങ്കാലത്ത് ചെയ്ത് കൂട്ടി അതിൻ്റെ ഫലം ഇവിടെ കാണും. കാരണം ആ ശിക്ഷക്കനുസരിച്ചിരിക്കും. ശിക്ഷ എത്ര കണ്ട് കടുപ്പമായിരിക്കും അത്ര കണ്ട് ഇയാളെ ഈ പ്രവർത്തനത്തിൻ്റെ രീതി ഇയാൾ വക്കീൽ പണി തന്നെ പോകുന്നതാണ് നമ്മൾ ഉദ്ദേശം. അയാൾ ഇവിടത്തേക്ക് തീരും. അയാൾ ജോലിയുമായിട്ട് പോവുക. ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. എവിടെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് കണ്ടില്ല. അത്രയും നീച പ്രവൃത്തിയാണ് ചെയ്തത്. അത്രയും ജനങ്ങൾക്കോ ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയായിപ്പോയി അയാൾ. ചതിവ്. ഈ കൊലപാതക കേസിന്റെ ആദ്യഘട്ടം മുതലുള്ള സർക്കാരിന്റെ സമീപനവും നിലപാടുകളും അത് ആർക്കൊപ്പമായിരുന്നു, എങ്ങനെ കാണുന്നതിന്? അല്ല, സർക്കാർ പിന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം തുനിഞ്ഞവരാണല്ലോ. അല്ല, അവർ സർക്കാർ ആ പാർട്ടി തന്നെ ഈ ഗൂഢാലോചന ചെയ്ത് ചെയ്തിട്ടാകുമ്പോൾ അവരെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ അവർക്കുള്ളൂ. വേറൊന്നുമില്ല. അവരെ പിടിക്കപ്പെട്ടുകൂടാ. അത് കേരളത്തിൽ നടക്കുന്ന എത്രയോ ആയിരക്കണക്കിന് കേസുകളുണ്ട്. എവിടെയാണ് പിടിക്കപ്പെടുന്നില്ല? എത്ര കൊലപാതക കേസുകളുണ്ട്? എവിടെയാണ് ശിക്ഷിക്കപ്പെടുന്നില്ല? അത് ഇവരെ പിന്നെ നയം തന്നെയല്ലേ. കൊല്ലുക, പ്രതികളെ പിന്നെ ആരെങ്കിലും ഹാജരാക്കുക, അങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ക്രിമിനലെ നാട്ടിലിറക്കുക, ഇവരെ കൊണ്ട് ഭരണം പിടിക്കുക. അപ്പോൾ നാട്ടിലെന്ത് ഇത്തരം ഭയാനകം ഉണ്ടാക്കുക, ഇങ്ങനെ പിന്നെ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ നമ്മളതിന് ഭയപ്പെട്ടില്ല. ശക്തമായി പോരാടി. നമ്മളെ സമൂഹം തന്നെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സാമ്പത്തികമായി ഒരുപാട് പരാതി ഉണ്ടെങ്കിലും സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപ എടുത്തിട്ട് ഇവർ ചിലവാക്കി സർക്കാരിനെതിരെ അവർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്. വിരോധാഭാസം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. നീതിയോ സത്യസന്ധതയോ ഇല്ലെങ്കിൽ ഒരു മനുഷ്യത്വമോ ഇല്ലെങ്കിൽ ജനാധിപത്യ രീതി ഒന്നുമില്ലാത്തൊരു സർക്കാരാണ്. ഈ ജനങ്ങൾ കാണുന്നില്ലേ? അതുപോലെ നിങ്ങൾ മീഡിയക്കാരോ മറ്റുള്ളവരെ ഇത് പുറത്ത് വിടുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. അതിന് തടയിടാനും കൂടി ശ്രമിക്കുന്നുണ്ട് അവർ. ഇത്രയും ദൂരെ നിന്ന് ഇവിടെ വന്ന ഈ വിധി പ്രസ്താവം അത് നേരിട്ട് കേൾക്കാൻ തന്നെയാണോ? അതിൽ എത്രത്തോളം പ്രതീക്ഷയാണുള്ളത് ഇന്നത്തെ ഒരു വിധി? അല്ല, ഇന്നത്തെ വിധിയിൽ വളരെയധികം പ്രതീക്ഷയുണ്ട്. 2 വർഷം വിചാരണ നടക്കുന്നു. 6 വർഷമായി ഈ സംഭവം കഴിഞ്ഞിട്ട്. അന്ന് അന്വേഷണം തുടങ്ങിയിട്ട് ഇന്നേക്ക് വിചാരണ പൂർത്തിയാകുമ്പോൾ 6ാമത്തെ വർഷമാണ്. 2 മാസം കഴിയുമ്പോൾ 6 വർഷം തികയുന്നു. ഇതിന് ഇത്രയും പ്രവർത്തിച്ചിട്ടും ഇത്ര പ്രയാസങ്ങളും പിന്നെ അനുഭവിച്ചിട്ടും ഈ കേസ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ട് അതിൻ്റെ വിധി നേരിട്ട് കേൾക്കുക, അവരെ എത്ര കണ്ട് തടങ്കലിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടോ? അതാണ് നമ്മൾക്ക് ആകെ ഒരു സംതൃപ്തി, സന്തോഷം. എൻ്റെ ജീവിതത്തിൽ നമ്മൾക്ക് ഇല്ല. മക്കൾ പോയത് പോയി, ഇനി തിരിച്ചു കിട്ടൂല. നാളെ ഇങ്ങനെ ആയിരിക്കും ഈ ദുരിതം വരുത്. ഈ ശിക്ഷയാണ് ഒരു പാഠം. ഈ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഒരു പാഠമാകട്ടെ ഈ ശിക്ഷ. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ട പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കിട്ടും, ഉറപ്പാണ് എന്നതിൽ ഒരൊറ്റ വിശ്വാസം ആ കോടതിയിൽ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെ നിൽക്കുന്നത്. ഇത് തന്നെയായാലും നീണ്ട പോരാട്ടം, നിയമ പോരാട്ടത്തിലൂടെ ഇത് രാഷ്ട്രീയ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയായിരുന്നു. മക്കൾ മരിച്ചതോടെ നീ സന്തോഷമില്ല, എന്നാൽ ഒരു ആത്മസംതൃപ്തി, ആ തൃപ്തിക്ക് വേണ്ടിയാണ് ഇത്രയും പോരാട്ടം നടത്തിയത്. അത് സമൂഹത്തിനാകെ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നല്ല സന്ദേശം പകരുന്ന തരത്തിലുള്ള ഒരു വിധിയാവട്ടെ എന്നതാണ്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നിലപാടിലുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിൽ സർക്കാർ എന്നും പ്രതികൾക്കൊപ്പമായിരുന്നു, കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. അതിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് നടത്തിയത്. അതിനുവേണ്ടി സർക്കാർ ചിലവഴിച്ച തുക പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. എന്നിട്ടും ഹൈക്കോടതിയെ മറ്റും സമീപിച്ചുകൊണ്ടാണ് CBI അന്വേഷണം കൊണ്ടുവന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു വിധി പ്രസ്താവത്തിലേക്ക് കടക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ, നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് ഈ 2 പേർ, ശരത്ലാലിൻ്റെ ആയാലും കൃപേഷിൻ്റെ ആയാലും പിതാക്കൾ ഈ വിധി കേൾക്കാനായി കൊച്ചിയിലെത്തിയിരിക്കുന്നത്. കോഴിക്കോട് DMO ആയി രാജേന്ദ്രൻ തിരിച്ചെത്തും. ഡോക്ടർ N. രാജേന്ദ്രന് കോഴിക്കോട് DMO ആയി തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അടുത്ത മാസം 9 വരെ തൽസ്ഥിതി തുടരാമെന്നാണ് കോടതി ഉത്തരവ്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഈ സ്ഥലംമാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഇവരുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഈ രാജേന്ദ്രൻ DMO ആയി വീണ്ടും തിരികെ എത്തുന്നു എന്നുള്ള വാർത്ത വരുന്നു. ദേവിക, നമുക്കറിയാം ഈ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഇപ്പോൾ IAS തലത്തിൽ പോലും പോരുകൾ മുറുകുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റ ഉത്തരവുകൾ, അതൊക്കെ വലിയ വിവാദമായി മാറുന്നുണ്ട്. ഇപ്പോൾ രാജേന്ദ്രൻ അവിടെ DMO ആയി വീണ്ടും തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്തകൾ. അനഘ, കോഴിക്കോട്ടെ കസേരകളിയിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ DMO ആയി തുടരാനുള്ള നറുക്ക് രാജേന്ദ്രന് വീണിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാജേന്ദ്രൻ കോഴിക്കോട് DMO ആയി ചുമതലയേറ്റ് വീണ്ടും ആ കസേരയിൽ തിരിച്ചെത്തുമെന്ന വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ മാസം ആദ്യമാണ് ഈ സംസ്ഥാന സർക്കാർ ഒരു ട്രാൻസ്ഫർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. അതായത് ഈ കോഴിക്കോട് DMO ആയിരുന്ന രാജേന്ദ്രനെ തിരുവനന്തപുരത്തേക്കും കൊച്ചി DMO ആയിരുന്ന ആശാദേവിയെ കോഴിക്കോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള
ഒരു ഉത്തരവായിരുന്നു സംസ്ഥാന സർക്കാർ ഇറക്കിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ഈ ഉത്തരവിനെതിരെ രാജേന്ദ്രൻ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു. ലീവിലായിരുന്ന ആശാദേവി ഇതറിയാതെ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ രണ്ടുപേരും ഒരേ ദിവസം ഈ ഓഫീസിൽ എത്തുകയും അവിടെ ഇരിക്കുകയും ചെയ്ത ഒരു വാർത്ത കേരളം ഏറെ പരിഹാസ്യത്തോടെ നോക്കിക്കണ്ട ഒരു വാർത്തയായിരുന്നു. അതിനുശേഷം പിന്നീട് 2 ദിവസത്തിന് ശേഷമാണ് ഈ ആരോഗ്യവകുപ്പ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടത്. അങ്ങനെ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആശാദേവി തന്നെ കോഴിക്കോട് DMO ആയി തുടരണം എന്നൊരു ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ രാജേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ച് ഈ ഉത്തരവിന് സ്റ്റേ വാങ്ങിയിരിക്കുന്നത്. മാത്രമല്ല തനിക്ക് ഈ DMO ആയി തുടരാനുള്ള ഉത്തരവും കൂടി ഈ ഹൈക്കോടതിയിൽ പോയി രാജേന്ദ്രൻ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 9 വരെ രാജേന്ദ്രന് ഈ കോഴിക്കോട് DMO ആയി തുടരാം എന്ന ഹൈക്കോടതി ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ രാജേന്ദ്രൻ ഈ കോഴിക്കോട് DMO ആയി വീണ്ടും ആ കസേരയിൽ ഇരിക്കും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ശരി അനക്ക. സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ഹൈക്കോടതി വിധിക്കും പുല്ലുവില. പ്രഹസനമായി ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം. സജി ചെറിയാനെ പേരിനൊന്ന് ചോദ്യം ചെയ്യാൻ പോലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. വിവരങ്ങളുമായി വിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിനീഷ്, നമുക്കറിയാം ഭരണഘടനയെ അത്രത്തോളം അവഹേളിച്ച സജി ചെറിയാന്റെ ചില കാര്യങ്ങൾ മാത്രവുമല്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്ന ഭരണഘടനാ വിരുദ്ധമായ പരാമർശങ്ങൾ ഇതെല്ലാം ഹൈക്കോടതി പോലും ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയതിനു ശേഷം എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായില്ല, വീണ്ടും എന്തുകൊണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരുന്നു എന്നിങ്ങനെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലും ഇടപെടൽ ഉണ്ടായിട്ട് കൃത്യമായ ഒരു പരിശോധന നടത്താനും അല്ലെങ്കിൽ പ്രഹസനമായിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പോലും കൃത്യമായി അദ്ദേഹത്തെ ഒന്ന് വിളിക്കാനോ ചോദ്യം ചെയ്യാനോ പോലും തയ്യാറാകാതെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യം ഇത് നമുക്ക് വളരെ ഗുരുതരമായി തന്നെ കാണേണ്ടതില്ലേ? കാരണം ഇനി ആര് വന്നാലും ഭരണഘടനയെ അവഹേളിച്ചാലും യാതൊരു പ്രശ്നവുമില്ലാതെ ഉന്നത പദവികളിൽ അവർ തുടരുമെന്നുള്ള ഒരു തെറ്റായ സന്ദേശമല്ലേ ഇതിലൂടെ ലഭിക്കുന്നത്? സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ഹൈക്കോടതി വിധിക്കും പുല്ലുവില. പ്രഹസനമായി ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം. സജി ചെറിയാനെ പേരിനൊന്ന് ചോദ്യം ചെയ്യാൻ പോലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. വിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിനീഷ്, ഈ ഒരു കാര്യത്തിൽ നടത്തുന്ന കെടുകാര്യസ്ഥത അത് മനഃപൂർവ്വമുള്ള ഒരു വീഴ്ചയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയും വലിയൊരു അല്ലെങ്കിൽ ഗുരുതരമായ ഒരു പിഴവ് മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ സജി ചെറിയാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമ്പോൾ അതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രവുമല്ല, ഈ ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച പ്രത്യേക സംഘത്തിന് പോലും അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായി തന്നെ ഇതിനെ കാണേണ്ടതില്ലേ? തീർച്ചയായിട്ടും ദേവിക, നവംബർ 21-നാണ് കോടതിയുടെ രൂക്ഷ വിമർശനം ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ ഉണ്ടാകുന്നത്. നവംബർ 21-ന് തന്നെ കോടതി ആവശ്യപ്പെട്ടത് ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ വെച്ച് ഈ ഒരു വിഷയം അന്വേഷിക്കണം, ഭരണഘടനാ വിരുദ്ധമായ പരാമർശത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം കഴിഞ്ഞ് ഏകദേശം 1 മാസം പിന്നിട്ടിട്ട് പോലും കൃത്യമായ നടപടിയുമായി ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മന്ത്രി സജി ചെറിയാന്റെ ഒരു മൊഴി പോലും രേഖപ്പെടുത്താൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. കൂടുതൽ കാലം ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം തന്നെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ നവംബർ 21-ന് കോടതിയുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവുണ്ടാകുന്ന ഘട്ടത്തിൽ തൽക്കാലത്തേക്ക് കോടതി ലക്ഷ്യ നടപടികളിൽ നിന്ന് മുഖം രക്ഷിക്കാനായാണ് സർക്കാർ ഈ ഒരു ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. മന്ത്രിയുടെ ഒരു മൊഴി രേഖപ്പെടുത്താനോ ഏത് സാഹചര്യത്തിലാണ് ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയതെന്ന് അന്വേഷിക്കാനോ ഈ ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല. നവംബർ 21-ന് കോടതി ഉത്തരവിട്ട് 1 മാസം പിന്നിട്ടിട്ടും നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല. ഉന്നത കോടതിയിലേക്ക്, പ്രത്യേകിച്ച് ഹൈക്കോടതിയിലേക്ക് പോയി ഈ ഒരു കോടതി പരാമർശത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് സജി ചെറിയാൻ നടത്തുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ കാര്യങ്ങൾ വലിച്ചു നീട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതും കൃത്യമായി സമയബന്ധിതമായി മൊഴികൾ രേഖപ്പെടുത്തിയുള്ള നടപടികളിലേക്ക് കടക്കാതിരിക്കുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക. വിനീഷ്, അതോടൊപ്പം തന്നെ ഇത് നൽകുന്നതൊരു തെറ്റായ സന്ദേശം കൂടിയല്ലേ? കാരണം ഭരണഘടനയെ അവഹേളിച്ചാൽ അത് ആരായാലും
അതിന് കൃത്യമായ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ അവർ വീണ്ടും ഉന്നത പദവിയിൽ ഇതുപോലെ തുടരുമ്പോൾ അത് കൃത്യമായി ഒരു തെറ്റായ ഒരു സന്ദേശമല്ലേ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം, പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടനയും നിയമസംഹിതയും ആർക്കും ചോദ്യം ചെയ്യാം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏറ്റവും പവിത്രമായ ഒരു പദവിയിലിരിക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു മന്ത്രി പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയത്. ആ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ കോടതിയെ ഒരു പൊതുപ്രവർത്തകൻ സമീപിക്കുമ്പോൾ ആ കോടതിയുടെ രൂക്ഷ വിമർശനം പോലും അന്നത്തെ ഘട്ടത്തിൽ മന്ത്രിക്ക് ഏൽക്കേണ്ടി വന്നുണ്ട്. മന്ത്രിയെ രൂക്ഷമായ ഭാഷയിലാണ് കോടതി പോലും വിമർശിച്ചത്. അങ്ങനെയാണ് നവംബർ 21-ാം തീയതി കോടതിയുടെ തന്നെ നിർദ്ദേശം സർക്കാരിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ വിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ അന്വേഷണം നടക്കണം. അതിനുവേണ്ടി സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് നിയോഗിക്കണമെന്നും സർക്കാരിനെ അറിയിക്കുന്നു. സർക്കാരിൽ നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശം നൽകി ഏകദേശം 1 മാസം പിന്നിട്ടിട്ട് പോലും കൃത്യമായ നടപടിയുമായി ഈ ഉദ്യോഗസ്ഥരെ സർക്കാർ നിയമിച്ചെങ്കിൽ പോലും കൃത്യമായ നടപടിയുമായി ഉദ്യോഗസ്ഥൻ മുന്നോട്ട് പോകാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഈ കൂടുതൽ കാലം താമസിക്കും തോറും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ഒരു സൗകര്യം മന്ത്രി സജി ചെറിയാന് നൽകുന്നു എന്നതാണ് വസ്തുത. അതിലൂടെ പ്രത്യേകിച്ച് മന്ത്രിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഒരുക്കുന്നു. ഒപ്പം ഹൈക്കോടതിയിൽ വിഷയങ്ങൾ എത്തിയാൽ പോലും കേസുമായി മുന്നോട്ട് പോയാൽ വിജയിക്കുമെന്ന് ഒരു ഉറപ്പും നിലവിലെ സാഹചര്യത്തിൽ മന്ത്രി സജി ചെറിയാന് നിയമോപദേശം ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ പരമാവധി ഈ കേസ് നീട്ടിക്കൊണ്ടുപോവുക, അന്വേഷണം ഇഴയിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ സർക്കാരിനും ഇടതുപക്ഷ നേതാക്കൾക്കും ഉള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു മൊഴി പോലും ഇതുവരെ മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് രേഖപ്പെടുത്താതെ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ. കോഴിക്കോട് DMO ആയി രാജേന്ദ്രൻ തിരിച്ചെത്തും. ഡോക്ടർ N രാജേന്ദ്രന് കോഴിക്കോട് DMO ആയി തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അടുത്ത മാസം 9 വരെ തൽസ്ഥിതി തുടരാമെന്നാണ് കോടതി ഉത്തരവ്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഈ സ്ഥലംമാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഒരുങ്ങുകയാണ് സർക്കാർ. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഈ രാജേന്ദ്രൻ DMO ആയി വീണ്ടും തിരികെ എത്തുന്നു എന്നുള്ള വാർത്ത വരുന്നു. ദേവിക, നമുക്കറിയാം ഈ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഇപ്പോൾ IAS തലത്തിൽ പോലും പോരുകൾ മുറുകുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റ ഉത്തരവുകൾ, അതൊക്കെ വലിയ വിവാദമായി മാറുന്നുണ്ട്. ഇപ്പോൾ രാജേന്ദ്രൻ അവിടെ DMO ആയി വീണ്ടും തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്തകൾ. അനഘ, കോഴിക്കോട്ടെ കസേരകളിയിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ DMO ആയി തുടരാനുള്ള നറുക്ക് രാജേന്ദ്രന് വീണിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാജേന്ദ്രൻ കോഴിക്കോട് DMO ആയി ചുമതലയേറ്റ് വീണ്ടും ആ കസേരയിൽ തിരിച്ചെത്തുമെന്ന വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ മാസം ആദ്യമാണ് ഈ സംസ്ഥാന സർക്കാർ ഒരു ട്രാൻസ്ഫർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. അതായത് ഈ കോഴിക്കോട് DMO ആയിരുന്ന രാജേന്ദ്രനെ തിരുവനന്തപുരത്തേക്കും കൊച്ചി DMO ആയിരുന്ന ആശാദേവിയെ കോഴിക്കോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു സംസ്ഥാന സർക്കാർ ഇറക്കിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ഈ ഉത്തരവിനെതിരെ രാജേന്ദ്രൻ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു. ലീവിലായിരുന്ന ആശാദേവി ഇതറിയാതെ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ രണ്ടുപേരും ഒരേ ദിവസം ഈ ഓഫീസിൽ എത്തുകയും അവിടെ ഇരിക്കുകയും ചെയ്ത ഒരു വാർത്ത കേരളം ഏറെ പരിഹാസ്യത്തോടെ നോക്കിക്കണ്ട ഒരു വാർത്തയായിരുന്നു. അതിനുശേഷം പിന്നീട് 2 ദിവസത്തിന് ശേഷമാണ് ഈ ആരോഗ്യവകുപ്പ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടത്. അങ്ങനെ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആശാദേവി തന്നെ കോഴിക്കോട് DMO ആയി തുടരണം എന്നൊരു ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ രാജേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ച് ഈ ഉത്തരവിന് സ്റ്റേ വാങ്ങിയിരിക്കുന്നത്. മാത്രമല്ല തനിക്ക് ഈ DMO ആയി തുടരാനുള്ള ഉത്തരവും കൂടി ഈ ഹൈക്കോടതിയിൽ പോയി രാജേന്ദ്രൻ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 9 വരെ രാജേന്ദ്രന് ഈ കോഴിക്കോട് DMO ആയി തുടരാം എന്ന ഹൈക്കോടതി ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ രാജേന്ദ്രൻ ഈ കോഴിക്കോട് DMO ആയി വീണ്ടും ആ കസേരയിൽ ഇരിക്കും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ശരി അനഘ. സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ഹൈക്കോടതി വിധിക്കും പുല്ലുവില. പ്രഹസനമായി ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം. സജി ചെറിയാനെ പേരിനൊന്ന് ചോദ്യം ചെയ്യാൻ പോലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. വിവരങ്ങളുമായി വിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിനീഷ്, നമുക്കറിയാം ഭരണഘടനയെ അത്രത്തോളം അവഹേളിച്ച സജി ചെറിയാന്റെ ചില
കാര്യങ്ങൾ. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്ന ഭരണഘടനാ വിരുദ്ധമായ പരാമർശങ്ങൾ, ഇതെല്ലാം ഹൈക്കോടതി പോലും ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയതിനു ശേഷം എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായില്ല, വീണ്ടും എന്തുകൊണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരുന്നു എന്നിങ്ങനെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലും ഇടപെടൽ ഉണ്ടായിട്ട് കൃത്യമായ ഒരു പരിശോധന നടത്താനും അല്ലെങ്കിൽ പ്രഹസനമായിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പോലും കൃത്യമായി അദ്ദേഹത്തെ ഒന്ന് വിളിക്കാനോ ചോദ്യം ചെയ്യാനോ പോലും തയ്യാറാകാതെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യം, ഇത് നമുക്ക് വളരെ ഗുരുതരമായി തന്നെ കാണേണ്ടതില്ലേ? കാരണം ഇനി ആര് വന്നാലും ഭരണഘടനയെ അവഹേളിച്ചാലും യാതൊരു പ്രശ്നവുമില്ലാതെ ഉന്നത പദവികളിൽ അവർ തുടരുമെന്നുള്ള ഒരു തെറ്റായ സന്ദേശമല്ലേ ഇതിലൂടെ ലഭിക്കുന്നത്? സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ഹൈക്കോടതി വിധിക്കും പുല്ലുവില, പ്രഹസനമായി ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം. സജി ചെറിയാനെ പേരിനൊന്ന് ചോദ്യം ചെയ്യാൻ പോലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. വി വിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിനീഷ്, ഈ ഒരു കാര്യത്തിൽ നടത്തുന്ന കെടുകാര്യസ്ഥത അത് മനഃപൂർവ്വമുള്ള ഒരു വീഴ്ചയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയും വലിയൊരു അല്ലെങ്കിൽ ഗുരുതരമായ ഒരു പിഴവ് മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ സജി ചെറിയാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമ്പോൾ അതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രവുമല്ല, ഈ ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച പ്രത്യേക സംഘത്തിന് പോലും അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായി തന്നെ ഇതിനെ കാണേണ്ടതില്ലേ? തീർച്ചയായിട്ടും ദേവിക, നവംബർ 21 കോടതിയുടെ രൂക്ഷ വിമർശനം ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ ഉണ്ടാകുന്നത്. നവംബർ 21 തന്നെ കോടതി ആവശ്യപ്പെട്ടത് ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ വെച്ച് ഈ ഒരു വിഷയം അന്വേഷിക്കണം, ഭരണഘടനാ വിരുദ്ധമായ പരാമർശത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം കഴിഞ്ഞ് ഏകദേശം 1 മാസം പിന്നിട്ടിട്ട് പോലും കൃത്യമായ നടപടിയുമായി ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മന്ത്രി സജി ചെറിയാന്റെ ഒരു മൊഴി പോലും രേഖപ്പെടുത്താൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. കൂടുതൽ കാലം ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ നവംബർ 21 കോടതിയുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവുണ്ടാകുന്ന ഘട്ടത്തിൽ തൽക്കാലത്തേക്ക് കോടതി ലക്ഷ്യ നടപടികളിൽ നിന്ന് മുഖം രക്ഷിക്കാനായാണ് സർക്കാർ ഈ ഒരു ക്രൈംബ്രാഞ്ചിന്റെ ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. മന്ത്രിയുടെ ഒരു മൊഴി രേഖപ്പെടുത്താനോ ഏത് സാഹചര്യത്തിലാണ് ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയതെന്ന് അന്വേഷിക്കാനോ ഈ ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല. നവംബർ 21 കോടതി ഉത്തരവിട്ട് 1 മാസം പിന്നിട്ടിട്ടും നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല. ഉന്നത കോടതിയിലേക്ക്, പ്രത്യേകിച്ച് ഹൈക്കോടതിയിലേക്ക് പോയി ഈ ഒരു കോടതി പരാമർശത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് സജി ചെറിയാൻ നടത്തുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ കാര്യങ്ങൾ വലിച്ചു നീട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതും കൃത്യമായി സമയബന്ധിതമായി മൊഴികൾ രേഖപ്പെടുത്തിയുള്ള നടപടികളിലേക്ക് കടക്കാതിരിക്കുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക, വിനീഷ്, അതോടൊപ്പം തന്നെ ഇത് നൽകുന്നത് ഒരു തെറ്റായ സന്ദേശം കൂടിയല്ലേ? കാരണം ഭരണഘടനയെ അവഹേളിച്ചാൽ അത് ആരായാലും അതിന് കൃത്യമായ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ അവർ വീണ്ടും ഉന്നത പദവിയിൽ ഇതുപോലെ തുടരുമ്പോൾ അത് കൃത്യമായി ഒരു തെറ്റായ ഒരു സന്ദേശമല്ലേ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം, പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടനയും നിയമസംഹിതയും ആർക്കും ചോദ്യം ചെയ്യാം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏറ്റവും പവിത്രമായ ഒരു പദവിയിലിരിക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു മന്ത്രി പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയത്. ആ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ കോടതിയെ ഒരു പൊതുപ്രവർത്തകൻ സമീപിക്കുമ്പോൾ ആ കോടതിയുടെ രൂക്ഷ വിമർശനം പോലും അന്നത്തെ ഘട്ടത്തിൽ മന്ത്രിക്ക് ഏൽക്കേണ്ടി വന്നുണ്ട്. മന്ത്രിയെ രൂക്ഷമായ ഭാഷയിലാണ് കോടതി പോലും വിമർശിച്ചത്. അങ്ങനെയാണ് നവംബർ 21 കോടതിയുടെ തന്നെ നിർദ്ദേശം സർക്കാരിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ വിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ അന്വേഷണം നടക്കണം. അതിനുവേണ്ടി സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് നിയോഗിക്കണമെന്നും സർക്കാരിനെ അറിയിക്കുന്നു. സർക്കാരിൽ നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശം നൽകി ഏകദേശം 1 മാസം പിന്നിട്ടിട്ട് പോലും കൃത്യമായ നടപടിയുമായി ഈ ഉദ്യോഗസ്ഥരെ സർക്കാർ നിയമിച്ചെങ്കിൽ പോലും കൃത്യമായ നടപടിയുമായി ഉദ്യോഗസ്ഥൻ മുന്നോട്ട് പോകാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഈ കൂടുതൽ കാലം താമസിക്കും തോറും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ഒരു സൗകര്യം
മന്ത്രി സജി ചെറിയാന് നൽകുന്നു എന്നതാണ് വസ്തുത. അതിലൂടെ പ്രത്യേകിച്ച് മന്ത്രിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഒരുക്കുന്നു. ഒപ്പം ഹൈക്കോടതിയിൽ വിഷയങ്ങൾ എത്തിയാൽ പോലും കേസുമായി മുന്നോട്ട് പോയാൽ വിജയിക്കുമെന്ന് ഒരു ഉറപ്പും നിലവിലെ സാഹചര്യത്തിൽ മന്ത്രി സജി ചെറിയാന് നിയമോപദേശം ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ പരമാവധി ഈ കേസ് നീട്ടിക്കൊണ്ടുപോവുക, അന്വേഷണം ഇഴയിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ സർക്കാരിനും ഇടതുപക്ഷ നേതാക്കൾക്കും ഉള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു മൊഴി പോലും ഇതുവരെ മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് രേഖപ്പെടുത്താതെ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ. ഇനി CPM-ന്റെ ജില്ലാ സമ്മേളന വാർത്തകളിലേക്ക് ഒന്ന് വരാം. ക്രിമിനലുകളെ വരവേറ്റും വിഭാഗീയത ഒടുങ്ങാതെയും CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനം. തിരുവല്ലയിലും കൊടുമണ്ണിലും നിലനിൽക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തുടരവെയാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. സമവായത്തിലൂടെ പുതിയ ജില്ലാ സെക്രട്ടറിയെയും പാർട്ടിക്ക് കണ്ടെത്തണം. ഇതിനിടയിൽ ഗുണ്ടാപ്പട്ടികയിൽ ഉൾപ്പെട്ടതടക്കമുള്ള ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതും വിവാദമായിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ ചേരുന്നു. മിഥുൻ, പത്തനംതിട്ടയിൽ CPM-ന്റെ ജില്ലാ സമ്മേളനം അത് വളരെ വിവാദമാകുന്നു. കാരണം തിരുവല്ലയിലും കൊടുമണ്ണിലുമൊക്കെ ഏരിയ സമ്മേളനം ഒക്കെ വലിയ വിവാദമായിരുന്നു. അവിടെ വിഭാഗീയത പ്രകടമായിരുന്നു. ഇനിയിപ്പോൾ ജില്ലാ സെക്രട്ടറിയായി ഉദയഭാനു തുടരുമോ എന്നുള്ള കാര്യങ്ങൾ സംശയമാണ്. അദ്ദേഹം മാറുകയാണെങ്കിൽ പുതിയ ജില്ലാ സെക്രട്ടറി ആര്? അതുമാത്രമല്ല, ക്രിമിനലുകളെ അടുത്ത കാലത്ത് പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് വന്നത്, അതൊക്കെ വലിയ വിവാദമായിരുന്നു. ജില്ലാ സമ്മേളനങ്ങളിൽ ഇതൊക്കെ പാർട്ടിക്കൊരു തലവേദനയല്ലേ മിഥുൻ? വിനോദ്, ജില്ലാ സമ്മേളനം 30-ാം തീയതി വരെയാണ് ഉള്ളത്. ഇതിന് മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം ക്രിമിനൽ കേസ് പ്രതികളടക്കമുള്ള 50 പേരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത്. ഇതിൽ പ്രതികളുണ്ട്. ഗുണ്ടാപ്പട്ടികയിൽ ഉൾപ്പെട്ട പ്രതികളും വധശ്രമ കേസിൽ ഉൾപ്പെട്ട പ്രതികളും അടക്കമുള്ള ആളുകളാണ് ഈ 50 പേരിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും മലയാളപ്പുഴ സ്റ്റേഷനിൽ ഗുണ്ടാപ്പട്ടികയിൽ ഉൾപ്പെട്ട സിദ്ദിഖ് എന്ന ആളുടെ പേരിലുള്ളത് 4 കേസുകളാണ്. മലയാളപ്പുഴ സ്റ്റേഷനിൽ ഒരു കേസും പോലീസ് ഉദ്യോഗസ്ഥനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന പത്തനംതിട്ട സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ട്. ഇതുകൂടാതെ പ്രമാടം സ്വദേശികളായിട്ടുള്ള അരുൺ കണ്ണൻ എന്നിവർക്കെതിരെയും കേസുകൾ ഉള്ളതാണ്. പ്രമാടം സ്വദേശി അരുൺ വധശ്രമ കേസിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടില്ല. നേരെ എത്തിയത് CPM-ലേക്കാണ്, പാർട്ടിയുടെ സ്വീകരണത്തിലേക്കാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും സംസ്ഥാന സമിതി അംഗം രാജു എബ്രഹാമും തുടങ്ങിയ നേതൃനിരയിലുള്ള ആളുകളുടെ എല്ലാം സാന്നിധ്യത്തിലായിരുന്നു ഇവരെ മാലയിട്ട് പാർട്ടിയിലേക്ക് കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. ഇത് വലിയ വിവാദമായിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് കാപ്പ കേസ് പ്രതിയടക്കം പാർട്ടി ഇത്തരത്തിൽ തന്നെ സ്വീകരിച്ച് ആനയിച്ച് പാർട്ടിയിലേക്ക് എത്തിച്ചിരുന്നു. ഈ സംഭവം വിവാദമാവുകയും ചെയ്തു. പക്ഷേ ആ വിവാദം ആയിട്ടും അതിന് മറുപടി നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ തിരുത്തലുകൾ നടത്താൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ക്രിമിനലുകളെ വീണ്ടും മാലയിട്ട് സ്വീകരിച്ചാനയിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു എന്നതിന്റെ ഉദാഹരണമായിട്ട് മാറുകയാണ് ഇന്നലത്തെ സംഭവം. ഇത് വീണ്ടും വിവാദമായി മാറുകയാണ്. ഇങ്ങനെ വിവാദം നിലനിൽക്കുന്നു. സമ്മേളന കാലത്തെ പ്രധാനപ്പെട്ട ഒരു വിവാദമായിട്ട് പാർട്ടിയിലെ ഈ ക്രിമിനലുകളെ ചേർക്കുന്ന സംഭവം മാറുന്നു. അതോടൊപ്പം തന്നെയാണ് വിഭാഗീയത. തിരുവല്ലയിലും കൊടുമണ്ണും വലിയ രീതിയിലുള്ള വിഭാഗീയത ഇപ്പോഴും തുടരുന്നുണ്ട്. തിരുവല്ലയിൽ ഏരിയ സമ്മേളനം പൂർത്തിയാക്കിയത് തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് ജില്ലയിലേക്ക് എത്തി സമവായ ശ്രമങ്ങൾ നടത്തി പരിഹാര ശ്രമങ്ങൾക്ക് വേണ്ടി ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് തിരുവല്ലയിൽ ഏരിയ സമ്മേളനം പൂർത്തിയാക്കിയത്. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം 2 തവണ മാറ്റിവെക്കേണ്ട സാഹചര്യം വന്നിരുന്നു. കയ്യാങ്കളിയും വാക്കുതർക്കവും ഒക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിലായിരുന്നു 2 തവണ തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം മാറ്റിവെക്കേണ്ടി വന്നത്. ഏരിയ സമ്മേളനം പൂർത്തീകരിക്കാനാകാത്ത സാഹചര്യമായിരുന്നു അവിടെ. പിന്നീട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് എത്തുന്നു. സമവായ ശ്രമങ്ങളുടെ പേരിൽ എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് നേരിട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഏരിയ കമ്മിറ്റിയിലെയും ജില്ലാ കമ്മിറ്റിയിലെയും മുഴുവൻ ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള പ്രശ്നപരിഹാര ചർച്ച നടത്തിയതിനു ശേഷമാണ് തിരുവല്ല ഏരിയ സമ്മേളനം നടത്തിയത്. അങ്ങനെ ഏരിയ സമ്മേളനം ഒരു വിധത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ജില്ലാ സമ്മേളനത്തിൽ ഈ തിരുവല്ല വിഭാഗീയത വലിയ തലവേദന നേതൃത്വത്തിൽ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ ഏരിയ കമ്മിറ്റിയായ കൊടുമണ്ണിലും വിഭാഗീയത രൂക്ഷമായി നിലനിൽക്കുന്നുണ്ട്. പുതിയ ഏരിയ സെക്രട്ടറിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം പാർട്ടി പ്രവർത്തകരും അനുഭാവികളും എതിർപ്പ് അറിയിച്ച് രംഗത്തെത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രതിനിധിയായിട്ടാണ് പുതിയ ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതായിരുന്നു
പാർട്ടി പ്രവർത്തകരും അനുഭാവികളെല്ലാം സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെയൊക്കെ വിമർശന സ്വരത്തിൽ അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ വിഭാഗീയത ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിലനിൽക്കുന്നു. ഇനി പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളിൽ ഒന്ന് ADM നവീൻ ബാബുവിന്റെ മരണം ഉൾപ്പെടുന്ന ഒരു വിഷയമായി. ജില്ലാ സമ്മേളനം ഇത്തരത്തിലെല്ലാം വിവാദമാവുകയാണ്. നമുക്ക് മിഥുൻ വളരെ പെട്ടെന്ന് നമുക്ക് ഡൽഹിയിലേക്ക് പോകണം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി IICC ആസ്ഥാനത്തേക്ക് എത്തിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വസതിയിൽ നിന്നും IICC ആസ്ഥാനത്തേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. അവിടെയാണ് പൊതുദർശനം നടക്കുക. ദേവിക, നമുക്കറിയാം പ്രധാനമന്ത്രി അടക്കം രാഷ്ട്രപതി അടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇനിയും നിരവധി പ്രവർത്തകർക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഒക്കെ അടക്കം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. AICC ആസ്ഥാനത്ത് രാവിലെ 9:30 മണി വരെ പൊതുദർശനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ആ സമയം കുറച്ചുകൂടി കടന്നിരിക്കുന്നു. ഇപ്പോൾ 9 മണിയാകുന്നു. അപ്പോൾ ഒരു പൊതുദർശനം 10 മണി വരെ നീളാനാണ് സാധ്യത. പക്ഷേ 11:45 സംസ്കാരം പൂർണ്ണ സൈനിക ബഹുമതികളോടെ എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ സമയം നീളാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരിക്കും ഇപ്പോൾ 11:45 എന്ന് സംസ്കാരം ചടങ്ങുകൾക്കായി ഈ ഒരു സമയം മാറ്റിവെച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം AICC ആസ്ഥാനത്തേക്ക് വസതിയിൽ നിന്നും കൊണ്ടുപോവുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഡൽഹിയിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്. അലങ്കരിച്ച വാഹനത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത്. പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മങ്ങൾ നടക്കുക. നമുക്കറിയാം അദ്ദേഹം രാജ്യത്തെ 2 തവണ പ്രധാനമന്ത്രിയായിരുന്നു, ധനകാര്യമന്ത്രിയായിരുന്നു. PV നരസിംഹറാവുവിൻ്റെ കാലത്താണ് അദ്ദേഹം ധനകാര്യമന്ത്രിയായി വരുന്നത്. അദ്ദേഹം RBIയുടെ ഗവർണറായി ആയിരുന്നു. ലോകത്ത് തന്നെ ശ്രദ്ധേയനായ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു അദ്ദേഹം. സാമ്പത്തിക ശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉള്ളത്. സിഖ് മത വിഭാഗത്തിൽ നിന്ന് ആദ്യമായി പ്രധാനമന്ത്രിയാകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അത്തരത്തിലുള്ള നിരവധി പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിലും ധനകാര്യ മന്ത്രി എന്നുള്ള നിലയിലുമാണ് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. BJP അടക്കം ഉള്ള എല്ലാ കോൺഗ്രസിനെ എതിർക്കുന്ന കക്ഷികൾ പോലും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ് എന്ന് കഴിഞ്ഞ ദിവസം അഭിപ്രായം പറയുകയുണ്ടായി. എന്തായാലും ഔദ്യോഗിക ബഹുമതികളോടെ തന്നെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര കർമ്മങ്ങൾ നടക്കും. മൃതദേഹം അലങ്കരിച്ച വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. अरे तुम लोग का पार्टी क्या बोल रहा है? उधर से बोलेगा ना, लेना पड़ेगा। साथ में नहीं है ना, साथ में ये भी फ्रेम नहीं है, यहाँ से बंद रहता है इसके